എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ക്രമീകരിക്കപ്പെടാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ക്രമീകരിക്കാനും കൂടിയുള്ളൊരു അവസരമാണ് എൻ്റെ രോഗാവസ്ഥ. The sanctifying purpose of suffering. കഷ്ടതയിലൂടെ നമ്മളെ കടത്തിവിടുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മെ ശുദ്ധീകരിച്ചെടുക്കുവാനാണ്. പലരും ഒരു നല്ലൊരു മോട്ടിവേഷണൽ, ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബ് വരുന്നൊരു പ്രസംഗം കേൾക്കാനാണ് ഞായറാഴ്ച വരുന്നത്. അപ്പോൾ ഉണ്ടാവും ഒരുത്തർ എഴുന്നേറ്റ് നിന്ന് കഷ്ടത. കുറേ നാളായിട്ട് ഇയാൾക്ക് ഇപ്പോൾ ഇതേ ഉള്ളൂ. ഒന്നീ രോഗം, അല്ലെങ്കിൽ കഷ്ടത, നിന്ന, ദുഷി, പഴി, അല്ലേ? ഇത് മാത്രമേ ഇങ്ങേർക്ക് പ്രസംഗിക്കാനുള്ളൂ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അത് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ലോഡ് ഓഫ് കൺഫ്യൂഷൻ ഐ സീ അറൗണ്ട്. തെറ്റായ ഒരുപാട് പഠിപ്പീരുകളും തെറ്റായ ഒരുപാട് രീതികളും ഒക്കെ ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും അങ്ങ് പ്രസംഗിക്കുക. ഇപ്പം നിങ്ങളിവിടെ ചർച്ചയിൽ വന്ന് പ്രസംഗം കേൾക്കുന്നത്, ഇത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി ചോറുണ്ട് വെച്ചാൽ അടുത്ത നേരെ ടി വിയുടെ മുമ്പിലല്ല ഇരിക്കുന്നത്. നിങ്ങൾ നേരെ എടുത്തിട്ട് പിന്നെയും തോണ്ടാൻ തുടങ്ങും. അപ്പോഴാണ് അടുത്ത പ്രസംഗം, അല്ലേ? ഞാൻ രാത്രി കിടക്കുമെന്നവരെയും പ്രസംഗം, പിന്നെ രാത്രി ഇടയ്ക്ക് ഉണർന്നാലും ഒരു പ്രസംഗം, രാവിലെ എഴുന്നേറ്റ് പ്രസംഗം, വണ്ടിയിലിരിക്കുമ്പോൾ പ്രസംഗം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പ്രസംഗം കേട്ട് സാച്ചുറേറ്റഡ് ആയൊരു തലമുറ വേറെയില്ല. പക്ഷെ എൻ്റെ ചോദ്യം, നിങ്ങൾ എന്തുവായി കേൾക്കുന്നത്? അതിനകത്ത് എന്താ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്? അടുത്തത്, വാട്ട് ഈസ് റിട്ടൺ ആൻഡ് ഹൗ ഡു യു റീഡ് ഇറ്റ്? ഓർത്തോണം, എന്താണ് തിരുവഴുത്തിൽ എന്തെഴുതിയിരിക്കുന്നു, അതൊന്ന്. അടുത്തത്, ഹൗ ഡു യു റീഡ് ഇറ്റ്, നീ അതെങ്ങനെ വായിക്കുന്നു? അങ്ങനെയെങ്കിൽ യൂട്യൂബിൽ പല പ്രസംഗവും കാണും, ഈ പ്രസംഗം ഉൾപ്പെടെ. പക്ഷേ നിങ്ങളതെങ്ങനെ വായിച്ചെടുക്കുന്നു? അതിൻ്റെ അർത്ഥം നിങ്ങളതെങ്ങനെ കേട്ടെടുക്കുന്നു, നിങ്ങളതെങ്ങനെ ഗ്രഹിക്കുന്നു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലേ? അവിടെ നമ്മൾ ഈ കേൾക്കുന്ന പ്രസംഗമെല്ലാം അതുപോലെ നമ്മൾ തൊണ്ടോളാൻ വിഴുങ്ങരുത് പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ആരെങ്കിലും പ്രസംഗിച്ചാൽ, പണ്ട് ബെരോവക്കാരെ പറ്റി ഒരു ബൈബിളിൽ ഒരു പരാമർശമുണ്ട്. ദേ വർ വെരി ഫെയ്ത്ത്ഫുൾ പീപ്പിൾ. എങ്ങനെ? അവർ കേൾക്കുന്ന വചനം വീട്ടിൽ പോയി അതുള്ളത് തന്നെയോ എന്ന് തിരുവഴുത്തുകളെ വെച്ച് പരിശോധിച്ചു. ആ സ്വഭാവം നല്ലതാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ന് നിങ്ങൾക്കും ആ സ്വഭാവമുണ്ട്. പക്ഷെ നിങ്ങൾ പോയി പരിശോധിക്കുന്നത് ബൈബിൾ എടുത്തിട്ടല്ല, നിങ്ങൾ വീട്ടിൽ പോയി ഗൂഗിളിൽ പരിശോധിക്കും, AI പരിശോധിക്കും. ഗൂഗിൾ തിരുവചനമല്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ പലരും പോയി ഗൂഗിളിൽ തപ്പുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ പലരും എന്നോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് എവിടെ നിന്ന് കിട്ടി? പ്രാർത്ഥനയിൽ കിട്ടിയ വെളിപ്പാടാണോ? നിങ്ങളുടെ പഠനത്തിൽ വെളിപ്പെട്ടാണോ? അല്ല, അത് ഞാൻ എങ്ങോട്ടൊന്ന് കേട്ടു, ഒന്നും കേട്ടല്ല, ഗൂഗിളിൽ കേട്ടതാ. ഗൂഗിളിൽ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ പോയി സെർച്ച് ചെയ്യേണ്ടത് ഗൂഗിളല്ല, സെർച്ച് ദ സ്ക്രിപ്ചേഴ്സ്. ഈ വചനം തുറന്ന് ഉള്ളത് തന്നെയോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ കേൾക്കുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കേണ്ടാവും, അത് പരിശോധിക്കണം, അല്ലേ? ആ പരിശോധിക്കുന്നത് നല്ലതാണ്, ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ വചനം വെച്ച് വേണം ടെസ്റ്റ് ചെയ്യാൻ, അല്ലാതെ ഗൂഗിളിൽ പോയി അല്ല ടെസ്റ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, വാട്ട് ഈസ് ദ ബിബ്ലിക്കൽ തിയോളജി ഓഫ് ഹീലിംഗ്. സൗഖ്യമാകുന്നതിനെക്കുറിച്ച് വേദപുസ്തകത്തിലെ ഒരു ദൈവശാസ്ത്രം എന്താ? ഹീലിംഗ് എന്ന് പറയുമ്പം ബേസിക്കലി ഇറ്റ്സ് റിസ്റ്റോറേഷൻ, അല്ലേ? ഒരു പുനഃസ്ഥാപനമാണ്. ഇറ്റ്സ് അറ്റോൺമെൻറ്റ്. കാൽവറി ക്രൂശിലൂടെ നമുക്ക് എന്ത് കിട്ടി? ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് എസ്കറ്റോളജി ഓൾസോ. അന്ത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടും ചില എൻ്റെ രോഗവും അന്ത്യകാലവും തമ്മിൽ എന്താ? അയ്യോ, വളരെ കണക്റ്റഡാണ്. നമ്മുടെ രോഗം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ കർത്താവ് വരണം. അതിൻ്റെ അർത്ഥം ഭാവി കാലമായിട്ടും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കൊരു ബന്ധമുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ബൈബിളിൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒരു ജസ്റ്റ് റീക്യാപ്പ്. എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ട്രാൻസെൻഡ്സ് മിയർ ഫിസിക്കൽ റിക്കവറി. എൻ്റെ ശാരീരിക സൗഖ്യം എന്നുള്ള ആ അവസ്ഥയെക്കാട്ടിലും അപ്പുറത്തേക്ക് ആണ് ബൈബിളിലെ സൗഖ്യം പോകുന്നത്. ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ദ സ്പിരിച്വൽ. എൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കൂടെ എന്തുണ്ട്? എൻ്റെ ആത്മീയ സൗഖ്യമുണ്ട്.
ഇറ്റ്സ് ഇൻക്ലൂഡ്സ് മൈ ഇമോഷണൽ, എൻ്റെ ആന്തരിക സൗഖ്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ ഇറ്റ് മേ ഇൻക്ലൂഡ് ഡെലിവറൻസ് ഓൾസോ. ചിലപ്പോൾ ഒരു വിടുതലായിരിക്കും, ചിലപ്പോൾ ഒരു പിശാച് ബാധ പോലും ചിലപ്പോൾ എന്നെ ഇട്ട് അലട്ടിക്കൊണ്ടിരിക്കും, അല്ലേ? അതിൻ്റെ വേറൊരു വാക്യം, നല്ല വാക്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, മേ ബി യു അണ്ടർഗോയിങ് എ സ്പിരിച്വൽ ഓപ്പറേഷൻ, അല്ലേ? ഒരു ഓപ്പറേഷൻ, ഒരു ഞെരുക്കം. ആ ഞെരുക്കത്തിൽ നിന്നൊരു വിടുതലായിരിക്കും ദൈവം വെച്ചിരിക്കുന്നത്. ഫൈനലി ദ ഫിസിക്കൽ ഹീലിംഗ്. പക്ഷെ നമ്മുടെ പ്രശ്നം, വെനെവർ വി ടോക്ക് അബൌട്ട് ഹീലിംഗ്, എപ്പോഴും സൗഖ്യം എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മുടെ മനസ്സിൽ വരുന്ന ഏത് സൗഖ്യമാണ്? ഈ ശരീരത്തിലെ സൗഖ്യമാണ്. പക്ഷെ ദൈവം സോസോ, കഴിഞ്ഞ ആഴ്ച ഒരു വാക്ക് കണ്ടു, എന്താണ് സോസോ എന്നുള്ള വാക്കാണ് സാൽവേഷൻ, അല്ലേ? ആ വാക്കിൻ്റെ ഒരു വേറൊരു പദം പറഞ്ഞു, ഷാലോം. നമ്മൾ ഷാലോം എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്താ ഈ ഇസ്രായേലിൽ പോയിട്ട് പറയുന്നൊരു വാക്കല്ല ഷാലോം. ഷാലോം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ശരിക്കും പറഞ്ഞാൽ റിസ്റ്റോറേഷൻ ഓഫ് ഹോൾനെസ്. എനിക്ക് പൂർണ്ണമായിട്ട് എന്നെ സൗഖ്യമാക്കുന്നു. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ്, അല്ലേ? നന്നായിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു, സമാധാനത്തോടെ ഇരിക്കുന്നു, ആൻഡ് ഫങ്ഷണൽ ഓർഡർ. ഞാൻ നല്ല ക്രമമായിരിക്കും. എൻ്റെ എല്ലാ ശരീരം മാത്രമല്ല ക്രമത്തിൽ പോകുന്നത്, എൻ്റെ എല്ലാ ജീവിതവും ആ ക്രമത്തിൽ പോകുന്നു, ദൈവിക ക്രമത്തിൽ പോകുന്നു. അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് സോസോ എന്നൊരു വാക്ക്, ഷലോം എന്നൊക്കെ പറയുന്നത്. അപ്പം ബൈബിളിൽ ഒരു കാര്യം നമ്മൾ പഠിക്കണം, ഈ ഫിസിക്കൽ സഫറിങ്, എൻ്റെ ശാരീരികമായ എന്ത് കഷ്ടങ്ങളായാലും ഇറ്റ് വാസ് നെവർ ഐസൊലേറ്റഡ് ഫ്രം സ്പിരിച്വൽ കണ്ടീഷൻ. എൻ്റെ ശരീരത്തിലെ രോഗവും എൻ്റെ ആത്മീയ അവസ്ഥയും തമ്മിൽ എപ്പോഴും ഒരു കണക്ഷനുണ്ട്. ഇതൊരിക്കലും ഒരു ഡോക്ടർ പറയത്തില്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയാണ് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. ഇപ്പം ഡോക്ടർ ടീനെ അടുത്ത് ഒരാൾ ഹാർട്ട് കൊണ്ട് കാണിക്കുകയാണ്. ടീനോ ആദ്യം ഈ പറഞ്ഞ പോലെ എന്താണ് ആദ്യം ചെയ്യുന്നത്? ആദ്യം തുടങ്ങുന്നത് തന്നെ ECG ആണ്, അടുത്തത് എക്കോ, അത് കഴിഞ്ഞ് ആൻജിയോഗ്രാം ചെയ്യും, അല്ലേ? ഇത്രയും മിനിമം ടെസ്റ്റ് ഒക്കെ ചെയ്യും, പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും ഒക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും ടീന ആ പേഷ്യൻ്റെ അടുത്ത് പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഇരിക്കുന്നു, ആലോചിച്ച് നോക്കി. ഇവിടെ സർജന്മാരിരിപ്പുണ്ട് കുറേ. നിങ്ങൾ മുറിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണോ? കാരണം ഫോർ ദ ഡോക്ടേഴ്സ് ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദെയർ റോൾ, അല്ലേ? അവർ ചികിത്സിക്കുന്ന ചികിത്സാ രീതികളുമായിട്ട്, അല്ലേ, ഈ ആന്തരിക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആത്മീക നിലവാരത്തിന് യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ ബൈബിളിൽ വെനെവർ ഇറ്റ് ടോക്സ് അബൌട്ട് ഹീലിംഗ്, നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഫിസിക്കൽ വെൽനെസ് ഓർ ഹീലിംഗ്. അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ സഫറിങ്ങിന് ചിലപ്പോഴെങ്കിലും ഒരു കാരണം എൻ്റെ സ്പിരിച്വൽ കണ്ടീഷൻ ആവാം. നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ഇസ്രായേൽ ജനത്തെ നോക്കുമ്പം അവരുടെ ചരിത്രം, യഹോവ റഫ എന്ന് പറഞ്ഞിട്ട് യഹോവ ദൈവം തന്നെ അവരോടൊരു ഉടമ്പടി ചെയ്ത്, അവർക്കുള്ള ഒരു രോഗവും നിങ്ങൾക്ക് വരത്തില്ല, കാര്യം ഞാനാണ് നിങ്ങളുടെ സൗഖ്യദായകൻ. അതൊരു ഉടമ്പടിയായിരുന്നു, അല്ലേ? ഇറ്റ്സ് എ കവനന്റ് ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ ആക്ച്വലി. അത് നമ്മൾ എവിടെയാണ് കണ്ടത്? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം, എക്സഡസ് ചാപ്റ്റർ 15:26 കണ്ട, വായിക്കണ്ട. അടുത്തത് ഈ പറഞ്ഞ കാര്യം പ്രവാചകന്മാരിലൂടെ യശയ്യാവ് പ്രവചിക്കുക, ബൈ ഹിസ് സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. യശയ്യാവ് ഇത് പറയുമ്പം യേശു ഭൂമി വന്നോ? യേശു കാൽവറിയെക്കുറിച്ച് മരിച്ചോ? അടിപ്പിണരുകളിൽ ഉണ്ടായോ? അടി കിട്ടിയോ? ഇല്ലല്ലോ, അല്ലേ? ദാറ്റ് ഈസ് എ പ്രൊഫസി. പക്ഷേ യേശു മെശിഹ വന്നിട്ട് എല്ലാവരെയും സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും മരിച്ചവരെ ഉറപ്പിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇതാണ് യശയ്യാവിൽ നമ്മൾ വായിക്കുന്നത്. വി സീ ദ ഫുൾഫിൽമെൻറ്റ് നൗ. അതിൻ്റെ നിവൃത്തിയാണ് നമ്മളിപ്പം കാണുന്നത്. ഇതല്ലേ നമ്മൾ പണ്ട് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നോക്കിയാൽ കാലങ്ങൾ കണ്ടോ? എക്സഡസിൽ യഹോവ ദൈവം ഇസ്രായേലിന് കൊടുത്തത്, പിന്നീട് യശയ്യാവിലൂടെ പ്രവചിച്ചത്, ഇപ്പം താണ്ട് മെശിഹ വന്നത് അത് പൂർത്തീകരിക്കുന്ന ഒരർത്ഥത്തിൽ. അടുത്തത് അപ്പോസ്തലന്മാരുടെ കാലത്ത് വന്നപ്പോഴോ, വാട്ട് വാസ് ദ പ്രാക്ടീസ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എസ്പെഷ്യലി ഇൻ ദ ഹീലിംഗ്? ആക്ട്സ് 5:12-16. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം 12 മുതൽ 16 വരെ വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം 12 മുതൽ 16 വരെ. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനങ്ങളുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അവരെല്ലാം ഒരുമിച്ച് കൂടി വരും. അടുത്തത്, മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല, ജനമോ അവരെ പുകഴ്ത്തി പോന്നു. ഓക്കെ, അതൊക്കെ അവിടെ സംഭവിച്ചു. അടുത്തത്,
മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. അടുത്തത്, രോഗികളെ പുറത്തു കൊണ്ടുവന്ന് രോഗികളെ പുറത്തു കൊണ്ടുവന്നു. അതിൻ്റെ അർത്ഥം രോഗികളൊക്കെ ഇന്നത്തെ പോലെ ആശുപത്രി പോയി കിടക്കില്ല, രോഗികളൊക്കെ വീട്ടിൽ കിടപ്പുണ്ട് അല്ലേ, അവരെയൊക്കെ വീടിന് പുറത്ത് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടെന്ന വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും നോക്കണേ. നമ്മൾ ആറ്റുകാല് പൊങ്കാല സമയത്ത് 2 സൈഡിലും അടുപ്പ് കൂട്ടി വെച്ച് കണ്ടിട്ടുണ്ട്. അന്ന് ദൈവദാസന്മാർ പള്ളിയിലോട്ട് പോകുമ്പം 2 സൈഡിലും പൊങ്കാല. എന്താണ്? രോഗികളെ ഇങ്ങനെ വിരിച്ച് വിരിച്ച് കിടത്തിയിരിക്കുക. എനിക്കൊന്ന് തലേന്നൊക്കെ ഒന്ന് ചുടുകട്ട വെച്ച് അവിടെ സ്ഥലം പിടിച്ചിടും. എന്താണ്? നാളെ എൻ്റെ അച്ഛനെ കൊണ്ട് കിടത്താനുള്ളതാണ്. എന്ത്? നാളെ ഇതുവഴി ഒരു ദൈവദാസം പോവും, അയാളുടെ നിഴലെങ്കിലും വീണാൽ മതി. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക ക്രിയേറ്റീവായിട്ട്. ദിസ് വാസ് ദ പ്രാക്ടീസ് ഓഫ് ദി ഏർലി അപ്പോസ്റ്റൽസ്. അവരൊന്ന് നടന്നു, അവർ കൈവയ്ക്കണ്ട, അവർ പ്രാർത്ഥിക്കണ്ട, അവർ നിൽക്കണ്ട, ലെറ്റ് ദം കീപ് വാക്കിംഗ്. പക്ഷെ ആ പോകുന്ന പോക്കിൽ വഴിയിൽ അവരുടെ നിഴലെങ്കിലും വീണാൽ സൗഖ്യം വരും. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അടുത്ത വാക്യം, അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. നോക്കണേ, വണ്ടി പിടിച്ച് കൊണ്ടുവരും ആൾക്കാരെ. എവിടെ നോക്കിയാൽ നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര, ആറ്റിങ്ങൽ, സബബ്സിൽ നിന്നെല്ലാം ശരിക്കും പറഞ്ഞാൽ KSRTC ബസ്സിലൊക്കെ ആര് വരുന്നു? രോഗികളിങ്ങനെ ട്രിപ്പ് അടിക്കുക, ടെമ്പോയിലൊക്കെ ട്രിപ്പ് അടിക്കുക. എന്താണ്? അപ്പോസ്തലന്മാർ പടന്നു പോകുന്ന വഴിക്ക് കൊണ്ട് കിടത്തിയാൽ മതി, നിഴൽ തട്ടിയാൽ മതി. സോ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്കിങ്ങനെ ആവേശം വന്ന് ഇങ്ങനെ നൊരഞ്ഞ് പൊന്തി വരുന്നുണ്ട്. ഒന്ന് പിടിച്ച് നിർത്തിക്കോ, ഇപ്പോൾ അത് പോക്കിത്തരാം. നമ്മുടെ പ്രശ്നം ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ ആവേശം കൊള്ളിച്ച് ഇങ്ങനെ മുള്ളി നിർത്തുന്നതാണ് ഞങ്ങളുടെ ഇല്ല, ഞാൻ അതിലേക്ക് വരാം. ഇതായിരുന്നു അപ്പോസ്തലന്മാരുടെ കാലത്ത്. ദിസ് വാസ് ദി പ്രാക്ടീസ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. പക്ഷേ അന്ന് ഈ അപ്പോസ്റ്റലന്മാരിൽ കൂടെ ദൈവം എന്തിനിങ്ങനെ അത്ഭുതം ചെയ്തു എന്ന് ചോദിച്ചാൽ അധികം ചെയ്തത്, ഇറ്റ് വാസ് ക്രൂഷ്യൽ ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ചർച്ച്. കാരണം ഒരു പുതിയ സഭയെ അവിടെ തുടങ്ങുന്നത്. അതിനുമുമ്പ് യഹൂദ രീതികളെ അവിടെ ഉള്ളൂ. ആലയം അപ്പുറത്ത് കിടപ്പുണ്ട് അല്ലേ, പള്ളി അപ്പുറത്തിരിപ്പുണ്ട്. പക്ഷേ ഇത് യേശുവിൻ്റെ മാർഗ്ഗക്കാരായിട്ടൊരു കൂട്ടരിറങ്ങി ഇവിടെ നിങ്ങൾ മരിച്ച് കൊന്ന് ഈ പറഞ്ഞ പോലെ കൊണ്ട് അടക്കി അദ്ദേഹം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അദ്ദേഹം സ്വർഗ്ഗാരോഹണം ചെയ്ത് ഞങ്ങളോട് പറഞ്ഞിട്ട് പോയി. ഞങ്ങളിതാ കാത്തിരുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ഞങ്ങളോട് പറഞ്ഞു ലോമ്പാടും പോയി ഈ സുവിശേഷം പറയാൻ. അതാ ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അവിടെയുള്ള ഈ യഹൂദ മതം അതൊരിക്കലും ആ യേശുവിനെ ഞങ്ങൾ ദൈവപുത്രനായിട്ടോ മശിഹായിട്ടോ ഞങ്ങൾ അംഗീകരിച്ചേയില്ല. അതിനിടയ്ക്ക് ഒത്തിരി കഥകളും തുടങ്ങി. ഇദ്ദേഹം മരിച്ചില്ല എന്നും ഇദ്ദേഹത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നും ഇങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നം. അപ്പോൾ അതിനിടയിലാണ് ഈ പുതിയ ചർച്ച്, അതായത് പെന്തക്കോസ്ത് നാളിൽ തുടങ്ങിയ ദൈവസഭ, ആ സഭയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഇത് ആവശ്യമായിരുന്നു. ഓർക്കണം. അടുത്തത്, ടു ഓതൻറ്റിക്കേറ്റ് ദി അപ്പോസ്റ്റൽസ് മെസ്സേജ്. ഈ അപ്പോസ്റ്റലന്മാർ പറയുന്ന വചനം സത്യമാണ്. യേശു നിങ്ങളുടെ രക്ഷകനാണ് എന്ന് പറയുമ്പോൾ അടുത്തത് യേശു നിങ്ങളുടെ സൗഖ്യദായകനുമാണ് എന്ന് പറയുമ്പം പരിശുദ്ധാത്മാവ് അവിടെ സൗഖ്യം ചെയ്യും. കാര്യം ഈ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ജോലിയല്ല. അത് എപ്പോഴും പറയാണ്ട്, ഇറ്റ്സ് നോട്ട് യുവർ ഡ്യൂട്ടി ടു ഹീൽ പീപ്പിൾ. യു ജസ്റ്റ് ടെൽ ദ ഗോസ്പൽ, പ്രേ ഫോർ ദ സിക്ക്, റെസ്റ്റ് ദ ലോർഡ് വിൽ ഡു. ഇന്ന് നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ സൗഖ്യമാക്കാൻ പോകുമ്പോഴായി കുഴപ്പം അല്ലേ? നമ്മൾ തന്നെ നമ്മൾ അത് ഞാൻ വചനം പറഞ്ഞാൽ മതി, വചനത്തെ അടയാളങ്ങളാൽ ഉറപ്പിക്കേണ്ടത് തന്നെ ദൈവത്തിൻ്റെ ജോലിയാണ്. എത്ര പേര് അതിനൊരു ആമേൻ പറയും? ഇന്ന് നമ്മുടെ പ്രശ്നം നമ്മൾ ഈ വചനം പറഞ്ഞിട്ട് പിന്നെ അത് ഉറപ്പിക്കാൻ നടക്കുക. നമ്മളല്ല ഉറപ്പിക്കേണ്ടത്. അതാരാ ഉറപ്പിക്കേണ്ടത്? ദ ഹോളി സ്പിരിറ്റ് വിൽ ഡു ഇറ്റ്. യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. യു ഹാവ് ഡൺ യുവർ ജോബ്. ഗോ ഹെഡ്, മൂവ് ഫോർവേഡ്, മുന്നോട്ട് പൊയ്ക്കോ, കർത്താവ് ബാക്കി ചെയ്തോളും അല്ലേ? അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ശരിക്കും ഈ പറഞ്ഞ വചനത്തെ ഉറപ്പിക്കുകയും, അടുത്തത് ദ സ്പിരിറ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ പവർ ഓഫ് ഗാഡ്. അതിലൂടെ എല്ലാം ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുക ചെയ്യേണ്ടത്. ഈ പറഞ്ഞ വചനം സത്യമാണെന്ന് തെളിയിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അവരിത് ചെയ്യുമ്പോൾ, അവരിലൂടെ ഇത് നടക്കുമ്പം, ഗാഡ് ഈസ് ആക്ച്വലി ഡിസ്പ്ലേയിങ് ഗാഡ്സ് കമ്പാഷൻ. അതും കൂടെ ഓർത്തോണം. നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവിടെ ദൈവത്തിൻ്റെ ആ ഒരു മനസ്സലിവ് അത് ദൈവം പ്രകടിപ്പിക്കുക. ഇതെപ്പോഴും ഓർത്തണം. വെനെവർ യു പ്രേ ഫോർ ദ സിക്ക്, ബെയർ ഇറ്റ് ഇൻ മൈൻഡ്. പ്രേ ഔട്ട് ഓഫ് കമ്പാഷൻ.
കാരണം യേശു എപ്പോഴൊരു അത്ഭുതം ചെയ്തിട്ടുണ്ടോ അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? യേശുവോ മനസ്സലിഞ്ഞിട്ട് തൊട്ടു, യേശുവോ മനസ്സലിഞ്ഞിട്ട് അവിടെ നിന്നു, യേശുവോ മനസ്സലിഞ്ഞിട്ട് പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. സോ വെനെവർ ഹി ഡിഡ് എ മിറക്കിൾ, അതിനെന്തായിരുന്നു പ്രീ കണ്ടീഷൻ? മനസ്സലിവ്. നമുക്കോ മനസ്സലിവ് കൊണ്ടാണോ പോയി പ്രാർത്ഥിക്കുന്നത്? രോഗിയെ കണ്ടാൽ മനസ്സലിഞ്ഞിട്ട് പ്രാർത്ഥിച്ചേ സൗഖ്യമാവും, ഉറപ്പാണ്. ഇന്ന് പലപ്പോഴും ഈ സൗഖ്യമാക്കലൊക്കെ ഒരു ഷോ ബിസിനസ്സാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സൗഖ്യം ആകാത്ത പ്രിയപ്പെട്ടവരെ, അല്ലേ? അപ്പം ആ ദൈവത്തിൻ്റെ കമ്പാഷൻ. അടുത്തത്, ഈ സൗഖ്യവും മറ്റും നടക്കുമ്പം ഇറ്റ് പ്രൊവൈഡ്സ് എ ഫോർടേസ്റ്റ് ഓഫ് ദ കമ്മിങ് കിങ്ഡം. വരുവാനുള്ള രാജ്യത്തിൽ എന്താണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ഫോർടേസ്റ്റ്. ഓ വാട്ട് എ ഫോർടേസ്റ്റ് ഓഫ് ഗ്ലോറി ഡിവൈൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എന്താണ് എൻ്റെ ശരിക്കുള്ള വാക്ക്? ഫോർടേസ്റ്റ്. അതായത് ഞാൻ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ അനുഭവമുണ്ട്, അതിന് മുമ്പായിട്ട് ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടെന്ന് പറയും, അത്രയേ ഉള്ളൂ, അല്ലേ? കോഴിക്കോട്ട് മിഠായിത്തെരി പോയിട്ടുള്ള എത്ര പേരുണ്ട്? ഉണ്ട്. ആ ശരി. അവിടെ ചെല്ലുമ്പോൾ ഹൽവ കടയുണ്ട്, ഹലുവ. അവിടെ നമ്മൾ പോകുമ്പം അവൻ ഒരു ചെറിയ പീസ് വെച്ച് കഴിച്ചു നോക്കണം. എത്രയാണ് അവൻ തരുന്നത്? ചെറിയൊരു വിരൽ, ചെറിയൊരു മുറിച്ച് തന്നിട്ട്, സാർ അത് കഴിച്ചു നോക്കണം. അത് കഴിച്ചു നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ വാങ്ങിക്കാം. എടുക്കട്ടാ 1 കിലോ 2 കിലോ എടുക്കട്ടാ, പച്ച, മഞ്ഞ, ചുവപ്പ്, പല കളറിലുണ്ട്. അപ്പോൾ ആ തരുന്ന കഷണം എന്താണ്? ഫോർടേസ്റ്റ്. അതേപോലെ മറ്റേ അത്തർ വയ്ക്കാൻ നിൽക്കുന്നവർ എന്താ ചെയ്യുന്നത്? അവർ കുപ്പി എടുത്തങ്ങ് തരുമോ? ഇല്ല. അമ്മച്ചി കയ്യൊന്ന് കാണിക്ക്, മണപ്പിച്ച് നോക്ക്. അല്ലെങ്കിൽ വേറെ ചെറിയൊരു സാധനം എടുത്തിട്ട് മണപ്പിച്ച് നോക്ക്. ഇതുപോലെ നമുക്ക് ഈ ആയുസ്സിൽ കിട്ടുന്ന ഹീലിംഗ് മണപ്പിക്കാൻ തന്നതാ. ശരിക്കുള്ളത് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇവിടെ തന്നെ അങ്ങ് കിട്ടിയോ? മനസ്സിലായി? ഇതിക്കുള്ള എങ്ങനെയാണ് പച്ചയ്ക്ക് പറയുന്നത്? ഈ ഭൂമിയിൽ ഈ ആയുസ്സിൽ നമുക്ക് ദൈവം തന്ന സൗഖ്യം വരുവാൻ നിത്യതയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ആ വലിയ സൗഖ്യം, അതിൻ്റെ ഒരു ഫോർടേസ്റ്റാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ നമ്മുടെ പ്രശ്നം അവിടെ ആർക്ക് വേണം? എന്നെ ഇപ്പോൾ സൗഖ്യമാക്കണം. ഇതാണ് നമ്മുടെ പ്രശ്നം. വി ആർ ഓൺലി വറീഡ് or bothered about the present healing. യോഹന്നാൻ 14:12 യേശു എന്തോ പറഞ്ഞെന്നറിയാം? യോഹന്നാൻ 14:12, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ കാര്യം ചെയ്യും. അതാണ് നിഴലടിച്ചത്. മനസ്സിലായോ? യേശുവിൻ്റെ നിഴലൊന്നും അടിച്ചപ്പോൾ ആരും സൗഖ്യമായില്ല. ആരുടെയാണ് നിഴലടിച്ചത്? മനസ്സിലായോ? ഇനി ഈ 2000 കൊല്ലം എടുത്തേ, ഓൾ ഓവർ ദ വേൾഡ് ഇന്നും ഇതുപോലെ അത്ഭുത പ്രവൃത്തികൾ ദൈവം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ജസ്റ്റ് നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോകും. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്ത പലരും ഇവിടെ ഇരിപ്പാണ്. നിങ്ങൾ പറ, നിങ്ങളുടെ വായി ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ചില കുഗ്രാമത്തിലൊക്കെ അവിടെ മനുഷ്യർക്ക് എഴുത്തും വായനയും അറിയത്തില്ല, ബൈബിളും അറിയത്തില്ല, തിയോളജി ഇല്ല, ഈ ബൈബിൾ കയ്യിലുമില്ല. പക്ഷേ അവരെന്ത് ചെയ്യും? ഒരാൾ മരിച്ചു, കുഞ്ഞ് മരിച്ചു, എല്ലാവരും കൂടെ പെണ്ണുങ്ങൾ വട്ടം കൂടിയിരുന്ന് യേശുവിൻ്റെ നാമം പറഞ്ഞങ്ങ് വിളി തുടങ്ങും. എന്താണ്? യേശുവേ എന്ന് പറഞ്ഞങ്ങ് വിളിക്കും. കുഞ്ഞെഴുന്നേറ്റ് വരും. ഞാൻ UP പോയപ്പോഴാന്ന് തോന്നുന്നു, പണ്ട് ഈ പ്രാർത്ഥിക്കാൻ എണ്ണയായിട്ട് സ്ത്രീകൾ വരും. വന്നിട്ട് എന്താണ്, ഇതൊന്ന് പ്രാർത്ഥിച്ചു തരണം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ട് രോഗികളാരോ വീട്ടിലുണ്ട്. വേറല്ല, എരുമയ്ക്ക് വരട്ടാൻ, എരുമ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ രസം കൊണ്ട് ചോദിച്ചു, ഞാൻ പറയും ഇത് എന്തിനാണെന്ന് എണ്ണ? അത് എരുമയിൽ പുരട്ടാൻ. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന പാസ്റ്റർ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് കൊടുത്തിട്ട് അവരോട് ഹിന്ദി പറയുക, കൊണ്ട് കൃത്യമായിട്ട് അകിടി പുരട്ടി അത് പാല് കൂടും. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആ പറഞ്ഞ പാസ്റ്റർ മലയാളിയാണ്, അതാ രസം. അപ്പം എന്തൊക്കെ എണ്ണ ബിസിനസ്സാണ്. പക്ഷെ അവരെ സംബന്ധിച്ചോളം അത് അവരുടെ ഉപജീവനം എന്ന് പറഞ്ഞാൽ എരുമയാണ്, പാലും പാലുൽപ്പന്നങ്ങളും. എല്ലാ വീട്ടിലും എരുമയുണ്ട്. എരുമ അകത്താ, അല്ലാതെ എരുമ വെളി തൊഴുത്തിലൊന്നുമില്ല. അതിന് തൊഴുത്തിന് വേറെ സ്ഥലമൊന്നുമില്ല. ഇയാളും മക്കളും ഭാര്യയും എരുമയും എല്ലാം കൂടെ ഒരു കുരയ്ക്കകത്ത. പക്ഷെ ആ എരുമ പോയാൽ അവരുടെ ഉപജീവനം പോയി. അപ്പോൾ ആ എരുമയ്ക്ക് പനി വന്നാൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചേ പറ്റൂ. അത് പാസ്റ്റർ ചെന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. ഇവിടെയൊക്കെ എരുമയില്ലാത്തതിനായിട്ട് സ്തോത്രം. ഇനി ഇവിടെ നിങ്ങൾക്ക് എരുമ ഉണ്ടായിരുന്നെങ്കിൽ അതിനും പാസ്റ്റർ വന്നതിനെ പ്രാർത്ഥിക്കാൻ, അല്ലേ? അപ്പം ഇവിടെ അപ്പോസ്തലന്മാരുടെ കാലത്തും ഇതൊക്കെ ചെയ്തു. പക്ഷേ യേശു ചെയ്തതിലും വലിയ കാര്യം തന്നെയാണ് ചെയ്തത് ഒരർത്ഥത്തിൽ. അടുത്തത്, വെൻ ഇറ്റ് കംസ് ടു ദ എപ്പിസിൽസ്,
അപ്പോസ്തലർ കഴിഞ്ഞു. ഇനി അടുത്തത് ലേഖനങ്ങളാണ്. ലേഖനങ്ങളിൽ എഴുതുന്ന ആരാ? ഈ അപ്പോസ്തലിക് ജനറേഷനിലുള്ളവർ തന്നെ എഴുതുന്നത്. പീറ്ററും ജെയിംസും ജോണും ഒക്കെ തന്നെ എഴുതുന്നത്. പോൾ മാത്രമേ ഉള്ളൂ ഒരു എക്സംഷൻ. ഈ കെയിം എ ലിറ്റിൽ ലേറ്റ് അല്ലേ. ഒറിജിനൽ 12 പോൾ ഇല്ല, ശരിയാ. പക്ഷേ ലേഖനങ്ങൾ എഴുതുമ്പം ഒരാൾ മാത്രമേ ഉള്ളൂ ഹീലിങ്ങിനെ പറ്റി എന്തെങ്കിലും ഒന്ന് എഴുതിയത്. ആരാന്നറിയാമോ? യാക്കോബ്. വാട്ട് ഡിഡ് ഹി റൈറ്റ്? ജെയിംസ് 5:14-16. യാക്കോബ് 5-ാം അധ്യായം 14 മുതൽ 16 വരെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. നിങ്ങളിൽ ആരെങ്കിലും ദീനമായിട്ട് കിടക്കുന്നോ? ആരെ വരുത്തണം? പാഷറെ വിളിക്കരുത്. ആരെ വിളിക്കണം? സഭയിലെ മൂപ്പന്മാരെ. പലയിടത്തും ഈ മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ പാഷറെ ഭരിക്കുന്ന ഒരു 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 ഗുണ്ട ടീമുണ്ട്. അവരാണ് സാധാരണ മൂപ്പന്മാർ. കാര്യം പാഷ അനങ്ങണമെങ്കിൽ അവരുമായിരിക്കണം. അങ്ങനെയല്ല, സഭയെ ഭരിച്ച് നടത്തുന്ന മൂപ്പന്മാരാ അല്ലേ. അതീ പറഞ്ഞ ഒരുത്തനെ, അതിലൊരുത്തനൊരു ഇടയൻ്റെ ഹൃദയം ഉണ്ടെങ്കിൽ അവനെ പാസ്റ്ററെന്ന് വിളിച്ചോ, അവനൊരു പാസ്റ്റർ എൽഡറെന്ന് വിളിച്ചോ അല്ലേ. അപ്പോൾ ഈ മൂപ്പന്മാരെ വിളിക്കണം. അടുത്തത്, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കണ്ടോ, അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ വാക്യം തന്നെ വളരെ ക്ലിയറാണ്. ദീനമായി കിടക്കുന്നവർ മൂപ്പന്മാരെ വരുത്തി പ്രാർത്ഥിക്കണം. അവരെങ്ങനെ പ്രാർത്ഥിക്കണം? എണ്ണ പൂശി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ മാസം ഫസ്റ്റ് സൺഡേ, നമുക്കറിയാം ഈ ചർച്ചിൽ സൺഡേ ഇവിടെ തിരുവത്താഴമുണ്ട്. പക്ഷേ ഞായറാഴ്ച ആരാധനയ്ക്ക് വരാൻ കഴിയാത്ത കിടപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രിയപ്പെട്ടൊരു സഭയിലുണ്ട്, പ്രായമുള്ളവർ. അവർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഉച്ച കഴിഞ്ഞ് ഇവിടുന്ന് ഒന്നുണ്ട് ടീം അവർ മിനിസ്ട്രി ടു ദ ഷട്ടിൻസ് എന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് അവരുടെ കൂടെ ഇരുന്ന് അവർക്കൊരു കൂട്ടായ്മ കൊടുത്ത് ഒടുവിൽ അവരുടെ മുമ്പിലിരുന്ന് അവരുടെ കൂടെ ഇരുന്ന് അപ്പം നുറുക്കി അവർക്കും തിരുവത്താഴം കൊടുത്ത് അവരും ആ തിരുവത്താഴിൽ പങ്കെടുത്ത് വരും. അപ്പോൾ കഴിഞ്ഞ മാസം 1-ാമത്തെ ഞായറാഴ്ച തിരുവത്താഴുമായിട്ട് പോയപ്പോൾ നമ്മുടെ ജെയിംസ് കോശി ബ്രദറിൻ്റെ വീട്ടിലും പോയി. അന്ന് ഞാനും കൂടെ പോയി. ചെന്നപ്പം നമ്മുടെ മൂപ്പന്മാരുണ്ടായിരുന്നു, ഈ ചർച്ചിൻ്റെ എൽഡേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലൊരു ചെറിയ ഒരു ഒലിവെണ്ണ കുപ്പി ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പോയി പാടി പ്രാർത്ഥിച്ചെല്ലാം ഭജനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ആ എണ്ണക്കുപ്പി തുറന്ന് അത് ആ നമ്മുടെ പ്രിയ സഹോദരൻ്റെ മേൽ നമ്മളത് പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് തിരുവത്താഴം അവിടെ നടത്തി അല്ലേ. അപ്പോൾ മൂപ്പന്മാർ ചെന്നു, പ്രാർത്ഥിച്ചു, ശരിയാ. പക്ഷേ ആ പ്രാർത്ഥന നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു സൗഖ്യമായിട്ട് അദ്ദേഹത്തിന് പരിണമിച്ചില്ല. പക്ഷേ വി ഹാവ് ഒബേഡ് ദ വേർഡ് ഓഫ് ഗോഡ്. കാരണം മൂപ്പന്മാർ ചെന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള വചനമാണ്, നമ്മളത് ചെയ്തു അല്ലേ. അവിടെ ചെന്നു പ്രാർത്ഥിക്കട്ടെ. അടുത്തത്, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം എണ്ണയല്ല. ഇന്ന് പലയിടത്തും ഉള്ള കുഴപ്പം എണ്ണയാണ് രക്ഷിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൂടെ എണ്ണ. ഈ തമിഴ്നാട്ടിലെ ചില ഗ്രാമസഭകളിൽ ചെന്നാൽ ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഓരോരുത്തരും വരുമ്പോൾ, പ്രത്യേകിച്ച് സഹോദരിമാരെ, പുരുഷന്മാരാരും ഇന്ന് വരെ എണ്ണ കൊണ്ടുവന്ന് ഞാൻ കണ്ടില്ല. ഈ സഹോദരിമാർ പാപം വരുമ്പോൾ ബൈബിളും ഉണ്ട്, ഒരു എണ്ണക്കുപ്പിയുണ്ട്, നേരെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ചിട്ട് പോയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എഴുന്നേറ്റിട്ട് പാസ്റ്റർ പ്രസംഗിക്കാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ താഴെ മുഴുവൻ എന്താണ്? എണ്ണക്കുപ്പി. അവരവരുടെ കുപ്പി അവരവർ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്, എല്ലാം അടയാളമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അവസാനം പാസ്റ്റർ എല്ലാം കൂടെ ചേർത്ത് ഈ എണ്ണക്കുപ്പി എല്ലാം കൂടെ അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് അനോയിൻറ്റ് ചെയ്യും. ഇത് അനോയിൻറ്റഡ് ഓയിലാണ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരും വന്ന് അവരവരുടെ കുപ്പി എടുത്തുകൊണ്ട് പോകും. അവർ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ ജലദോഷം വരുമ്പം പുരട്ടാനുള്ള എണ്ണ, വയറുവേദനയ്ക്ക് പുരട്ടുന്ന എണ്ണ, പിന്നെ ഈ പറഞ്ഞ എരുമയ്ക്കാണേലും പുരട്ടും അല്ലേ. ഈ സത്യം ഈ എണ്ണ കൊണ്ടങ്ങ് ഉപയോഗിക്കും. പിന്നെ പാവം അവരുടെ ഇന്നസെൻസിൽ അവർ ചെയ്യുന്നത് കുഴപ്പമില്ല. ഈ എണ്ണക്കുപ്പി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോട്ടെ എന്നല്ല ബൈബിള്. മൂപ്പന്മാർ വീട്ടിൽ വന്ന് എണ്ണ പൂശി പ്രാർത്ഥിക്കേണ്ടതാണ് ബൈബിൾ. നമ്മൾ വരുന്നത് മൂപ്പന്മാരൊന്നും വരണ്ട, ഇച്ചിരി എണ്ണ കൊടുത്തിങ്ങ് വിട്ടാൽ, ഞാൻ കുപ്പിയിൽ കൊടുത്തു വിടാം, പ്രാർത്ഥിച്ചിങ്ങ് വിട്ടാൽ മതി. എന്തൊരു എളുപ്പം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ പാവം വിശ്വാസികളല്ല ഇത് തുടങ്ങിയത്. ഇതൊക്കെ തുടങ്ങി വെച്ചത് പാസ്റ്റർമാരാണ്. കാര്യം ഇതിനും കാശുണ്ടെന്ന് ഓർത്തോണം. ഈ എണ്ണ ബിസിനസ് ഒരു വലിയ ബിസിനസ്സാണ് പ്രിയപ്പെട്ടവർ. പല ചർച്ചകളും പിടിച്ചിരിക്കുന്നത് എണ്ണ ഉള്ളതുണ്ട. നമുക്കൊന്ന് തുടങ്ങിയാലോ? ഞാൻ ഐ എം കറക്റ്റിങ് സർട്ടൻ തിങ്സ്. ആരെങ്കിലും ഒരു എണ്ണ കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടുവരിക, അത് പാപമൊന്നുമല്ല. അത് അവരുടെ ഫെയ്ത്തിൽ അവർ ചെയ്യുന്നു, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇതാണ് വിഷയം. അവിടെ പറഞ്ഞിരിക്കുന്നത് എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുമെന്നല്ല, എന്താണ്? രക്ഷിക്കും. സോസോ നല്ലോണം ഓർക്കണം. ആ സോസോ എന്ന് പറഞ്ഞാൽ സേവ് ദ സിക്ക് വൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പ്രെയർ വെൻ ഓഫേർഡ് ഇൻ ഫെയ്ത്ത്
എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ സേവ്, മീനിങ് ഹീൽ, മീനിങ് റിസ്റ്റോർ. ഇത് മൂന്നും അതിനകത്തുണ്ട്. അപ്പോൾ എണ്ണപൂശി പ്രാർത്ഥനയിൽ സൗഖ്യം മാത്രമല്ല, എന്തൊക്കെയുണ്ട്? ഈ സാൽവേഷൻ, രക്ഷിക്കും അവനെ. അടുത്തത് അവനെ റിസ്റ്റോർ ചെയ്യും. അവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് റിസ്റ്റോർ ചെയ്യും. ഇതിനെല്ലാം ഈ എണ്ണ തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഈ എണ്ണ ശ്രദ്ധിക്കുന്നത് അസുഖം വരുമ്പോഴാണ്. ആയിക്കോട്ടെ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത വാക്യം, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അടുത്തത് അവനെ എഴുന്നേൽപ്പിക്കും. അതിൻ്റെ അർത്ഥം ഹീ വിൽ ബി ഹീൽഡ് എന്നാണ്. അടുത്തത്, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. കണ്ടോ എണ്ണയുടെ എഫക്റ്റ് ഉണ്ടോ? അവൻ എഴുന്നേക്കും. അടുത്ത കർത്താവിനോട് ക്ഷമിക്കും. അല്ലേ? ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ഒരു ലൈനിട്ട് വെച്ചില്ലെങ്കിൽ ലൈൻ കടന്നു പോവും. കത്തോലിക്ക സഭയിൽ മറ്റും സംഭവിച്ചറിയാമല്ലോ, ഈ പാപമോചന ചീട്ട് വയ്ക്കുക എന്നുള്ള പരിപാടിയൊക്കെ. ഇങ്ങനെ ഈ ഓരോ വാക്യത്തിൽ പിടിച്ച് ഓരോന്നങ്ങ് പോവും. ഇവിടെ നോക്കിയേ, അപ്പോൾ എണ്ണ പൂശി പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം മാത്രമല്ല കിട്ടിയത്, അവന് പാപക്ഷമയും കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ സൗഖ്യത്തിന് എവിടെയെങ്കിലും ഒരു കണക്ഷൻ എൻ്റെ പാപക്ഷമയായിട്ടുമുണ്ട്. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ക്രമീകരിക്കപ്പെടാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ക്രമീകരിക്കാനും കൂടിയുള്ളൊരു അവസരമാണ് എൻ്റെ രോഗാവസ്ഥ. മനസ്സിലായോ? അല്ലേ? അപ്പോൾ ഇതിനകത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ചേർച്ച് ബോഡി. ഒരു സഭ എന്ന കുടുംബം ഇതിൻ്റെ ഒരു പ്രാധാന്യം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. കാര്യം ഒരു കുടുംബത്തിൽ മാത്രമേ അന്യോന്യം കൺഫസ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ അടുത്ത വാക്യം വീണ്ടും ഉണ്ട്, നിങ്ങൾ അന്യോന്യം എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. കണ്ടോ, ഇവിടെ നോക്കി, ഒരു സഭാ കുടുംബത്തിലെ അന്യോന്യം ഏറ്റുപറയാൻ പറ്റൂ. എന്തൊക്കെയാണ് ഏറ്റുപറയേണ്ടത്? ചില പാപങ്ങൾ എന്തൊക്കെയായിരിക്കും അത്? അന്യോന്യം എന്തിനാ ഏറ്റുപറയേണ്ടത്? ആൻറ്റി, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് കുറച്ചാളായിട്ട് ആൻറ്റിയോട് എനിക്ക് ചെറിയൊരു പ്രശ്നം. അന്ന് ആൻറ്റി അങ്ങനെ എന്നോട് പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര സത്യം, ഞാൻ പിന്നെ കാണുമ്പോൾ ചിരിച്ച് പ്രൈസിലോടൊക്കെ പറഞ്ഞു, എനിക്ക് ആൻറ്റി എടുത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് പിണക്കമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എങ്കിൽ പാസ്റ്റർ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് പാസ്റ്ററോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കണ്ടോ, ഞങ്ങൾ രണ്ടുപേരും അന്യോന്യം ഏറ്റുപറഞ്ഞു. ഈ ഏറ്റുപറയാന്ന് പറഞ്ഞാൽ ഇതാ പ്രിയപ്പെട്ടവരെ, യു ഹാവ് ടു ഫൊർഗീവ് ആൻഡ് യു ഹാവ് ടു ആസ്ക് ഫൊർഗീവ്നെസ്. ഇത് രണ്ടുമുണ്ട്. ചിലരോട് അങ്ങോട്ട് ചെന്ന് ക്ഷമ ചോദിക്കണം, ചിലർ ഇങ്ങോട്ടൊന്നും ക്ഷമ ചോദിക്കത്തില്ല ഒരിക്കലും, കാരണം നിങ്ങളല്ല ചെയ്ത്, അവരെ ഒഫൻഡ് ചെയ്ത്. പക്ഷേ യു ഹാവ് ടു വില്ലിംഗ്ലി ഫൊർഗീവ് ദം. നെവർ എക്സ്പെക്ട് ദം ടു കം ആൻഡ് ആസ്ക് ഫൊർഗീവ്നെസ്. ഇൻസ്റ്റെഡ് യു ഫൊർഗീവ്, ദാറ്റ്സ് ഓൾ. യു ക്ലിയർ നിൻ്റെ ഹൃദയത്തെ അങ്ങ് നമ്മൾ ക്ലിയർ ചെയ്യുക. ഞാൻ പണ്ട് വൈവാമിൽ എനിക്കൊരു ലീഡർ ഉണ്ടായിരുന്നു, ഒരു മിസോറാം കരുത്തിയ ഒരു സ്ത്രീ. എന്താണെന്നറിയത്തില്ല, ഈ പുള്ളിക്കാരത്തേക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇനി തുറന്നു പറയാം, എനിക്കും അത്ര ഇഷ്ടമല്ലായിരുന്നു. അവസാനം ഒരു ദിവസം ഒരാഴ്ചത്തെ ടീച്ചിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് എന്തൊക്കെയോ ടീച്ചിങ്, എല്ലാവർക്കും അങ്ങ് മാനസാന്തരം വന്നു. അപ്പോൾ ആ ടീച്ചിങ്ങിൻ്റെ ഒടുവിലൊരു സെഷൻ ഉണ്ടായിരുന്നു, ക്ലെൻസിങ് സെഷൻ. അത് കഴിഞ്ഞിട്ട് ഈ കാല് കഴുകൽ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കാല് കഴുകണം. ഞാനൊരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് ടവലൊക്കെ എടുത്ത് ഞാൻ ആലോചിച്ച് ആരുടെ കഴുകാൻ. ഒരു കാര്യം, എനിക്ക് ഈ പെണ്ണുപിള്ള എനിക്ക് കണ്ണെടുത്താൽ കണ്ടുള്ളൂ. ശരി, ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് നേരെ ചെന്ന് അവർ നിലത്ത് നിന്നിരുന്ന് ഞാൻ പറഞ്ഞ്, സഹോദരി ആ കാലിങ്ങി തന്നെ. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നോട് സത്യം പറഞ്ഞാൽ ദേഷ്യമായിരുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, പക്ഷേ ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട്. അപ്പോൾ ആ ഫൊർഗീവ്നെസ്സിൻ്റെ കാര്യത്തിൽ ഐ എം സോറി എന്ന് പറയരുത്. എപ്പോഴും വിൽ യു ഫൊർഗീവ് മീ ഫോർ വാട്ട് ഐ ഹാവ് ഡൺ, ബി സ്പെസിഫിക്. എന്നിട്ട് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എന്താണ്? ഒരാവശ്യം ചോദിക്കുക, ക്ഷമിക്കുമോ? അതാ ക്ഷമ ചോദിക്കുക എന്ന്. ക്ഷമ പറയുകയല്ല. ക്ഷമ നമ്മളിത് പിള്ളേരെ പഠിപ്പിക്കും, ക്ഷമ പറയടാ, ഐ എം സോറി എന്ന് പറയടാ, ഐ എം സോറി എന്ന് പറയരുത്. വിൽ യു ഫൊർഗീവ് മീ, ക്ഷമ ചോദിക്കണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഓക്കെ, ക്ഷമിച്ചു എന്ന് പറഞ്ഞാലേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ഞാൻ ചെന്ന് വലിയ കാര്യമായിട്ട് ആ പഠിച്ചതുപോലെ വിൽ യു ഫൊർഗീവ് മീ ഫോർ വാട്ട് ഐ ഹാവ് ഡൺ ടു യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ വിശദമായിട്ട് ഒഫൻസൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ ഇവളിങ്ങനെ മിണ്ടാതൊക്കെ ഇരുന്നു. അവൾ സത്യം പറഞ്ഞാൽ ഫൊർഗീവ് ചെയ്തെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇതിനോട് മുഖത്തോട്ട് നോക്കി, പറ, ഞാൻ ചോദിച്ചില്ലേ, ക്ഷമിക്ക്. അവളല്ലേ ആള് വെച്ചിട്ടുണ്ടടാ എന്നുള്ള മട്ടി. ഞാൻ പിന്നെ കാലുമൊക്കെ കഴുകി തുടച്ചു പോയി. അന്നോട്ട് അവൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യം. പിന്നെ ആ കോഴ്സ് തീരുന്നവരെ എനിക്കിട്ട് പണിയാവുന്ന പണി മൊത്തം അവർ പണിഞ്ഞു. അന്നൊരു കാര്യം മനസ്സിലായി, ചിലയിടത്തൊക്കെ ചെന്ന് ക്ഷമ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്.
ഈ കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്നവരത് ഞാൻ ചെന്ന് അങ്ങോട്ട് നിന്ന് ക്ഷമ ചോദിച്ച് അവർ എന്നെ പിന്നെ എപ്പോഴും ശത്രുവായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഹൃദയം ക്ലിയറാണ്, വിട്ടേക്ക്. യു ഗോ ആൻഡ് ആസ്ക് ഫോർഗിവ്നെസ്. യു ഈവൻ വെൻ ദേ ഡോണ്ട് കം ആൻഡ് ആസ്ക് ഫോർഗിവ്നെസ് ടു യു, യു ഫോർഗിവ് ദം, ലീവ് ഇറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സഭാ കുടുംബത്തിലെ ഇത് അന്യോന്യം ഇങ്ങനെ ക്ഷമ ചോദിക്കാൻ പറ്റൂ, ഇങ്ങനെ അന്യോന്യം പ്രാർത്ഥിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടുത്തെ യു ആർ മേക്കിംഗ് ദ പ്രോസസ്സ് റിലേഷണൽ, ബന്ധങ്ങളിലാണ്. ഡോക്ടർക്ക് എന്ത് റിലേഷൻ? ഞാൻ രാവിലെ പറയായിരുന്നു, ഡോക്ടറെ കാണാൻ വരുമ്പോൾ 500 രൂപ കൊടുത്തിട്ടാണ് വരുന്നത്. എന്ത് തനിക്ക് നോക്കിയാ ആ ബന്ധമാണ് അല്ലേ? നമ്മളങ്ങനെയല്ലേ? 500 ഉലുവയും കൊടുത്ത് ഞാൻ ചെന്ന് ഇരുന്നപ്പോൾ അയാളൊന്ന് മുഖത്തോട്ടിരുന്നു. അയാളിങ്ങനെ കമ്പ്യൂട്ടറിൽ അടിക്കുക. എന്നിട്ട് ഞാനിങ്ങനെ പറയുക, എൻ്റെ മുഖത്ത് നോക്കണ്ടേ, അയാളിങ്ങനെ അടിക്കുക. ഹിസ്റ്ററി മുഴുവൻ അയാൾ അടിച്ച് കയറ്റുക. അയാൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് നോക്കിയിട്ട് പറയാം അല്ലേ? ഇത് അടിച്ച് കയറ്റുന്ന തിരക്കില്ല, ഇങ്ങനെ നിങ്ങളെ കഥ കേൾക്കാനാണല്ലോ ഇരിക്കുന്നത്. അയാൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് എനിക്ക് പിന്നെ രാത്രി കിടക്കുമ്പോൾ ഉറക്കമില്ല. ഓക്കെ, അടുത്തത് എനിക്ക് വിശപ്പില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ 500 രൂപ കൊടുത്തിട്ട് അയാൾ എൻ്റെ മുഖത്ത് നോക്കിയില്ല. പണ്ടത്തെ ഡോക്ടർമാരൊക്കെ ആയിരുന്നെങ്കിൽ അവർ തന്നെ ഈ കഥയെല്ലാം കൂടെ പറയുമ്പോൾ തന്നെ നമ്മുടെ അസുഖം പോയേനെ. അങ്ങനത്തെ ഡോക്ടർമാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരു യന്ത്രങ്ങളുമല്ല, അവരുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു യന്ത്രമാണെങ്കിൽ ഈ ഇരിക്കുന്നത് ഒരു യന്ത്രം, 500 രൂപ കൊണ്ടുവന്ന യന്ത്രം അല്ലേ? ഈ ധനാഗമന യന്ത്രം എന്ന് പറഞ്ഞ പോലെ ഇന്ന് രോഗികൾ പൈസ ആശുപത്രിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ക്ഷമിക്കണം കേട്ടോ, ഇവിടെ ഇരിക്കുന്ന കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സൊക്കെ എന്നോടൊന്ന് ക്ഷമിക്കണം. പറയാൻ കിട്ടുന്നൊരു അവസരമല്ലേ? ടു ടെൽ ദ ട്രൂത്ത് സംവെയർ അല്ലേ? അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഹിയർ ദ പ്രോസസ് ഇസ് റിലേഷണൽ അല്ലേ? ദൈവ കുടുംബത്തിൽ അന്യോന്യം നമുക്ക് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ഷമ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ക്ഷമിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നത്. ഇനി മാത്രമല്ല, വി ആർ യൂട്ടിലൈസിങ് ദി അതോറിറ്റി ഓഫ് ദി എൽഡേഴ്സ് ഓഫ് ദ ചർച്ച്. അതിൻ്റെ അർത്ഥം സഭയിൽ ദൈവം മൂപ്പന്മാരെ ഭരണത്തിനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു. ഭരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതോറിറ്റി ഓവർ യു. നിങ്ങളുടെ കീഴിൽ തന്നിരിക്കുന്ന ആടുകളെ എന്ത് ചെയ്യണം? അവരുടെ മേൽ അധ്യക്ഷത നടത്തണം അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അധികാരം ദൈവം സഭയിലെ മൂപ്പന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. ഞാനിന്ന് വിനോദ് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ദൈവമനുഷ്യൻ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടു. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്ന് അവൻ്റെ അനുഭവം പറയുന്നത്, എന്നെ പ്രാർത്ഥിച്ചു വിട്ടത് ദൈവം കണ്ടോ, എന്നെ അനുഗ്രഹിച്ചു. ഇതുപോലെ സഭയിൽ നിങ്ങളെ ഭരിച്ച് നടത്തുന്നവർ അവർ ഞരങ്ങിക്കൊണ്ടല്ല നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടത്. അവർ സന്തോഷത്തോടെ ശുശ്രൂഷിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഇൻഡീഡ് ബി എ ബ്ലെസ്സിങ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. ഇന്നലെ ഇവിടെ കോസ്മോയിൽ രാവിലെ 2 ആൻജിയോഗ്രാം നടന്നു. ഒന്ന് നമ്മുടെ ഒരു സഹോദരനാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. പറഞ്ഞ് നാളെ എനിക്ക് ആദ്യത്തെ ആൻജിയോഗ്രാമാണ്, ആൻജിയോപ്ലാസ്റ്റി തീർച്ചയായിട്ടും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി അവർ ഒരുങ്ങുകയാണ്. ഞാനെന്തോ പ്രാർത്ഥിക്കാൻ, ഞാൻ പറഞ്ഞു ഇല്ല, നാളെ ആൻജിയോപ്ലാസ്റ്റി ഇല്ല. എന്നെ നെഞ്ചിലോട്ട് കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നാളെ ആൻജിയോഗ്രാം നടക്കും, പക്ഷേ ആൻജിയോപ്ലാസ്റ്റി ഇല്ല. ആദ്യത്തെ കേസായിട്ട് ചെയ്തു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് മെസ്സേജ് അയക്കുന്നു, ആൻജിയോഗ്രാം നടന്നു, ആൻജിയോപ്ലാസ്റ്റി ഇല്ല. കർത്താവ് പിടിവിച്ചു, സ്തോത്രം. വൈകിട്ട് ആ സഹോദരൻ എന്നെ നേരിട്ട് വിളിച്ചു, താങ്ക് യു, ദൈവം പിടിവെച്ചു. ഒരു 10-10:30 പോത്തങ്കോട്ട് നിന്നപ്പോൾ എനിക്കൊരു മോള് വിളിക്കുന്നു, അങ്കളെ എൻ്റെ ഡാഡിക്ക് പെട്ടെന്നൊരു ഹാർട്ട് ഇത് വന്നു, ഇവിടെ കൊണ്ടുവന്നു, അതാണ്ട് കയറ്റി ആൻജിയോഗ്രാം ചെയ്യാൻ പോവാം, പ്രാർത്ഥിക്കണേ. പെട്ടെന്ന് ഞാൻ ഫോണിൽ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു വെച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു, അങ്കളെ ആൻജിയോഗ്രാം കഴിഞ്ഞു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, 3 സ്റ്റെൻറ്റ് ഇട്ടു. എൻ്റെ ചിന്ത, ദൈവം ആ 2 പേരെയും വിടുവിച്ചു. ഒന്ന് മരുന്നിലൂടെയും ഒന്ന് മരുന്നില്ലാതെയും, 2നായിട്ടും സ്തോത്രം. 2ആണെങ്കിലും സൗഖ്യമാക്കിയത് ദൈവം തന്നെയാണ് അല്ലേ? അപ്പം അതാ ഞാൻ പറഞ്ഞ, ഗോഡ് ഈസ് സോവറിൻ. ലെറ്റ് ഹിം ഡിസൈഡ് ഹൗ ടു ഹീൽ യു അല്ലേ, ഹൗ ടു റിസ്റ്റോർ യു. ലെറ്റ് ഹിം ഡിസൈഡ്. മരുന്ന് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞ സർജറി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സർജറി കഴിഞ്ഞ് കീമോ കൊണ്ടായിരിക്കും, ഇനി സർജറി കീമോ കഴിഞ്ഞിട്ട് പിന്നെ ഒരു റേഡിയേഷനും ആയിക്കോട്ടെ. അത് ലെറ്റ് ഗോഡ് ഡിസൈഡ്, ലീവ് ഇറ്റ് ടു ഹിം. നമ്മൾ അങ്ങോട്ട് കയറി ദൈവത്തിന് ക്ലാസ് എടുക്കരുത്. ദൈവം നമ്മുടെ അപ്പനാണെങ്കിൽ അപ്പൻ അറിയാം നമുക്ക് ഏതാ നല്ലതെന്ന് അല്ലേ? അതങ്ങ് വിട്ടേക്ക് പ്രിയപ്പെട്ടവരെ. അപ്പം ഇവിടെ അതാണ് സഭ, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ അവർ ലേഖനങ്ങൾ എഴുതുമ്പം അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് യു കെയർഫുള്ളി ഒബ്സർവ് ദിസ് പാറ്റേൺ സ്റ്റാർട്ടിങ് ഫ്രം ഇസ്രായേൽ
അല്ലേ? ഇസ്രായേലിൽ എങ്ങനെയായിരുന്നു? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ആ ജാതികൾക്കുള്ളതൊന്നും നിനക്ക് വരത്തില്ല, ഞാനുണ്ട്. ഓ ശരി. യെശയ്യാ എന്താ പറഞ്ഞത്? അവൻ്റെ അടിപ്പിണെല്ലാം നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മെശിഹ യേശു വന്നപ്പോൾ എന്താ പറഞ്ഞത്? ചെയ്ത് കാണിച്ചു, ഞാനാണ് മെശിഹ. ഓക്കെ. അടുത്ത അപ്പോസ്തലന്മാരെന്ത് ചെയ്തു? അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ നിഴലടിച്ചതുപോലും സൗഖ്യമായിട്ട് മാറി. വാ, എവിടെ തിരിഞ്ഞാലും അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര. പക്ഷേ ലേഖനങ്ങളിലേക്ക് വരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ലേഖനങ്ങളിലൊന്നും ഒത്തിരി സൗഖ്യത്തിൻ്റെ വലിയ കഥകളും ഇങ്ങനെ കൂട്ടമായിട്ട് സൗഖ്യമായി എന്നുള്ള വലിയ റിപ്പോർട്ടൊന്നും എപ്പിസോഡ്സിലില്ല. പൗലോസ് പറയാ, തിമോത്തിയോസേ എന്തോന്നടേ നിനക്കിങ്ങനെ വയറിൻ്റെ അസുഖം, എന്നൊക്കെ IBS ഓക്കെ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഓക്കെ, കൂടെ നീ വെള്ളം മാത്രം കഴിക്കാതെ ജലൂസിൽ വാങ്ങിച്ച് കുടിയടേ, അല്ലേ ഇപ്പം എന്തോന്ന് ചെയ്യാൻ, അല്ലേ പാൻറ്റോപ്പെങ്കിലും കഴിക്കുക. ഇന്നാണെങ്കിൽ പൗലോസ് അങ്ങനെ പറഞ്ഞത്. അന്നെന്ത് പറഞ്ഞു? വെള്ളം മാത്രം കുടിച്ച് വെറുതെ നീ ഒന്നാമത് അനീമിക്കാണ് അല്ലേ, അതുകൊണ്ടാണ് നിനക്ക് ഈ ക്ഷീണം. എന്ത് ചെയ്തു? അല്പം വീഞ്ഞും കൂടെ സ്മോളും കൂടെ അടിക്കാനല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? മരുന്നും കൂടെ എടുത്തോ എന്ന് പറഞ്ഞു. വേറൊരാളിനെ പറ്റി പറയുക, അവനെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്, അവനെൻ്റെ എയ്ഡ് ഇൻ മിനിസ്ട്രി, പക്ഷെ അവനെ ആ ദ്വീപിൽ ഞാനെന്ത് രോഗിയായിട്ട് വിട്ടേച്ച് പോന്നു. ഐ റിയലി വാണ്ട് ടു ടേക്ക് ഹിം അലോങ് വിത്ത് മീ, ബട്ട് സോറി, ഹീ ഈസ് സിക്ക് ആൻഡ് ഹീ ഈസ് നോട്ട് ഗെറ്റിംഗ് ഹീൽഡ്, സോ ഐ ഹാവ് ടു ലീവ് ഹിം സിക്ക്. ഞാനവനെ രോഗിയായി മിലത്തോസിൽ വിട്ടേച്ച് പോന്നു. ഇതിനെപ്പറ്റി പണ്ടൊരു ഉപദേശി പറഞ്ഞതാ, പൗലോസിൻ്റെ കൃപയൊക്കെ പോയ ബ്രദറെ അവസാനമൊക്കെ ആയപ്പോൾ. അയാൾ അവസാനം അങ്ങ് ഭയങ്കര തിയോളജി, പക്ഷേ എന്തില്ലായിരുന്നു? തീ ഇല്ലായിരുന്നു, തിയോളജി മാത്രമേ ഉള്ളായിരുന്നു. പണ്ട് തീ ഉള്ളപ്പോഴാണ് സൗഖ്യങ്ങളൊക്കെ നടന്നത്. ഇപ്പം തിയോളജി, എഴുത്ത് ലേഖനങ്ങൾ, തിയോളജി. നിങ്ങളൊക്കെ ഈ തിയോളജിയുടെ ആളാണ്. തീ വേണം. ഞാൻ പറഞ്ഞില്ലേ, തീയും വേണം, തിയോളജിയും വേണം. തീയില്ലാത്ത തിയോളജിയും തിയോളജി ഇല്ലാത്ത തീയും രണ്ടും കുഴപ്പമാണ്, രണ്ടും വേണം അല്ലേ? പൗലോസ് എന്തിനാണ് രോഗിയായിട്ട് അയാളെ വിട്ടിട്ട് പോയത്? എവിടെ പോയി പൗലോസിൻ്റെ കൃപ? ഈ വാഗ്ദത്തങ്ങളൊക്കെ പൗലോസിനും ഇല്ലേ? നിഴലിപ്പോൾ എവിടെ പോയി? പൗലോസിൻ്റെ കയ്യിൽ നിന്ന് കർച്ചീഫ് കൊണ്ടുപോയി. വേണോ ആർക്കെങ്കിലും കർച്ചീഫ്? പൗലോസെങ്ങാണുമായിരുന്നെങ്കിൽ ഇവിടെ അവിടെ ഇങ്ങനൊരു വീശുമ്പം എന്തുമായിരുന്നു ഇവിടെ? ക്യാമറയൊക്കെ അങ്ങോട്ട് ഫോക്കസ് ചെയ്തേനെ. പക്ഷെ ഇതേ പൗലോസ് പറയുക, ഞാനവനെ രോഗിയായിട്ട് വിട്ടേച്ച് പോവുക. തിമോത്തിയോസേ മരുന്നും കൂടെ ഇടറേ. അടുത്തത്, എനിക്കൊരു ശൂലം. എന്താണ്? 3 പ്രാവശ്യം ഞാൻ 7 ദിവസം വീതം ഇരുന്ന് 3 പ്രാവശ്യം ഇല്ല. ആദ്യത്തെ പ്രാവശ്യം ഞാൻ 7 ഇരുന്ന് കേട്ടോ. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ 21 ഇരുന്ന്. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം 40 തന്നെ ഇരുന്ന്. പക്ഷേ 3 പ്രാവശ്യം ഇരുന്നിട്ടും കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. നമ്മളാണ് പറയുക, അത് ആർക്ക് വേണമെന്ന് ചോദിക്കും. പക്ഷേ ആ കൃപ കൊണ്ട് താൻ ജീവിച്ചു. അവസാനം എഴുതി, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, എൻ്റെ നല്ല പോർ ഞാൻ പൊരുതി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. അപ്പോൾ ആ കൃപ, till his last breath, that grace was sufficient. ഇന്ന് നിങ്ങൾക്കും എനിക്കും അവസാന ശ്വാസം വരെയുള്ള കൃപ ഈസ് അവൈലബിൾ. പക്ഷെ ആ കൃപ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ? ദൈവം തരുന്ന കൃപ സ്വീകരിക്കുന്നുണ്ടോ? ആ കൃപയെ നമ്മൾ വില വയ്ക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ കൃപയിലാണോ നമ്മൾ ജീവിക്കുന്നത്? അപ്പം ഇവിടെ ഒരു എംഫസിസ്, സ്റ്റാർട്ടിങ് ഫ്രം ഇസ്രായേൽ, കമ്മിങ് ടു പ്രോഫറ്റ്സ്, കമ്മിങ് ടു ദ ഏർലി ചർച്ച്, ദെൻ ടു ദി എപ്പിസിൽസ്. അവിടെ ചെറിയ ഷിഫ്റ്റ് ഇൻ എംഫസിസ് ഉണ്ട്. അവിടെ പിന്നെ പ്രാധാന്യം കൊടുക്കുന്നത് ഹീലിങ്ങിനല്ല. ഏർലി ഡേയ്സ് മിറക്കിൾസ് വർ അബണ്ടന്റ് ഫോർ എന്താണ്? മിനിസ്ട്രി വാലിഡേഷൻ ഓർ എക്സ്റ്റേണൽ വാലിഡേഷൻ. എപ്പിസിൽസ് വിത്ത് ദ സെയിം ടീം, റിട്ടൺ ബൈ ദ സെയിം ടീം. ഇതേ പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാം ഒക്കെ എഴുതി. പോളേ ഉള്ളു പിന്നെ വന്നയാൾ. പക്ഷേ അവർ ഈ ഈ മെൻഷൻ ഓഫ് ഹീലിംഗ് റിലേറ്റീവ്ലി ലെസ്. ശരിയല്ലേ? ലേഖനങ്ങളൊന്നും പൗലോസ് രോഗസൗഖ്യത്തിൻ്റെ ഒത്തിരി ലേഖനങ്ങളില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്തുവായി പറഞ്ഞു വരുന്നത്? എൻ്റെ അടുത്ത് ഹീലിംഗ് നിന്നുപോയെന്നാണോ? അല്ല. കാര്യം സഭ മെച്യൂർ ചെയ്തപ്പം എന്തു പറ്റി? ദ ഡെയിലി പ്രാക്ടീസ് ഓഫ് മിനിസ്ട്രി എംഫസൈസ്ഡ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. എങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കണമെന്നുള്ളതാണ് അവിടെ അതിനാണ് പ്രാധാന്യം കൊടുത്തത്.
ഇന്നത്തെ പ്രശ്നം സഭയിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം, സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ സാക്ഷികളായിരിക്കണം, അന്യോന്യമുള്ള ബന്ധങ്ങൾ എങ്ങനെ, കുടുംബജീവിതങ്ങൾ എങ്ങനെ, മക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെ, അന്യരുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ, അയൽക്കാരുമായിട്ടുള്ള ബന്ധം, അവിശ്വാസമുള്ള ബന്ധം എങ്ങനെ, ഈ പറഞ്ഞ പോലെ രാജ്യത്തെ ഭരിക്കുന്നവരുമായിട്ടുള്ള ബന്ധം എങ്ങനെ, നിയമങ്ങൾ എങ്ങനെ അനുസരിക്കണം, അല്ലേ, എങ്ങനെ സാക്ഷിയാവണം, ഇതൊക്കെ ഇതിൽ നമ്മൾ വളർന്നു വരണം. ഇതിനെപ്പറ്റിയാണ് പിന്നീട് ലേഖനങ്ങളിലൊക്കെ പൗലോസൊക്കെ കൂടുതൽ എഴുതിയത്. അല്ലാതെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മളൊക്കെ എന്താ പറയുന്നത്, എങ്ങനെ മോളത്തെ 2ാം നില വയ്ക്കാം, നിൻ്റെ കുടുംബത്തിലെ പാരമ്പര്യ ശാപം എങ്ങനെ മുറിച്ചു കളയാം, 3 ദിവസം വാ, ഹൗ ടു പ്രോസ്പർ ഇൻ യുവർ ഫൈനാൻസസ് കം, എങ്ങനെ. അയ്യോ, ഇതിന് നോക്കി, അങ്ങനെയൊന്നും ഒരു ലേഖനവും പൗലോസോ പത്രോസോ ഒന്നും എഴുതിയിട്ടില്ല. അവരാരും എഴുതാത്ത ലേഖനങ്ങളാണിന്ന് നമ്മൾ ഒത്തിരി പേര് ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നത്. അത് ആരുടെ ലേഖനമാണ്? അങ്ങനെ ലേഖനമില്ല. നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി വെച്ച ഒരു ലേഖനമുണ്ട്, അതാർക്ക് വേണം? ദാറ്റ്സ് നോട്ട് സ്ക്രിപ്ചറൽ, ദാറ്റ്സ് നോട്ട് വാലിഡേറ്റഡ്, അല്ലേ? അപ്പം സ്പിരിച്വൽ ഡിസിപ്ലിൻ ഇതാണ് അവർ സ്പെസിഫൈ ചെയ്തത്. അടുത്തത് കൺഫെഷൻ, ഏറ്റുപറച്ചിൽ. അതിനകത്ത് ഈ പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ്. യേശു ദൈവമാണെന്നുള്ള ഏറ്റുപറച്ചിൽ മാത്രമല്ല, അന്യോന്യമുള്ള ഏറ്റുപറച്ചിലുകളുണ്ട്, അല്ലേ? അടുത്തത് ആൻഡ് ട്രസ്റ്റിങ് ഇൻ ഗോഡ്സ് സോവറിറ്റി. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, സോവറിറ്റി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ഞാൻ വിശ്വാസം വയ്ക്കുന്നു. ഐ ട്രസ്റ്റ് ഇൻ ഗോഡ്സ് സോവറിറ്റി എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ഗോഡ് ആൻഡ് ഈസ് സോവറിൻ ആൻഡ് ഐ ട്രസ്റ്റ് ഇൻ ഹിസ് സോവറിറ്റി. വാട്ട് എവർ ഹീ അലൗസ് മീ ഇൻ മൈ ലൈഫ്, ദാറ്റ് ഈസ് ഹിസ് വിൽ, മേ ഹിസ് നെയിം ബി ഗ്ലോറിഫൈഡ് എന്ന് ഞാൻ പറയുന്നെങ്കിൽ ദാറ്റ് ഷോസ് മൈ ഇൻറ്റേർണൽ മെച്യൂരിറ്റി. എൻ്റെ അകത്ത് എനിക്കൊരു പക്വത വന്നു. മെച്യൂരിറ്റി ഓവർ എക്സ്റ്റേണൽ സൈൻസ്. ഞാൻ എക്സ്റ്റേണലി നോക്കുമ്പം എൻ്റെ ട്യൂമർ വലുതായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ ട്യൂമർ വലുതാകുമ്പോഴും ഞാൻ പറയുന്നു ഹല്ലേലൂയ, നന്മയ്ക്കല്ലാതെ തിന്മയ്ക്കായിട്ട് ഒന്നും എൻ്റെ ദാതൻ ചെയ്യുകയില്ല എന്ന് ഞാൻ അപ്പോഴും പറയുന്ന മെച്യൂരിറ്റി വന്നെങ്കിൽ അതാണ് ഇൻറ്റേർണൽ മെച്യൂരിറ്റി. പക്ഷേ എക്സ്റ്റേണൽ സൈനോ കൂടിക്കൂടി വരുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുമ്പം വിറയലോടെയാണ് ഞാനിത് പറയുന്നത്, തമാശക്കിടയ്ക്ക് വരും. പക്ഷേ ഈ കാര്യം നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് വിറയ്ക്കണം. എന്താണെന്നറിയാമോ? ദാറ്റ് മേക്സ് us ഹംബിൾ ആൻഡ് വാക്ക് ഇൻ ഹ്യൂമിലിറ്റി. നമ്മളെത്ര പറഞ്ഞാലും സൗഖ്യം തരേണ്ടത് കർത്താവാണ്. അത് കർത്താവിൻ്റെ തീരുമാനമാണ്. അത് കർത്താവിൻ്റെ പരമാധികാരത്തിന് വിട്ടേക്ക്. എന്നോട് ചേർന്ന് 2 കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തി. നിങ്ങൾ ആര് പിണങ്ങിയാലും സാരമില്ല, പറയും ഞാൻ, വേറൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ രോഗികളാകുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ. ഞാനത് ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഐ എം ടെല്ലിങ് ഫ്രം ദ ഹാർട്ട്. ഒരാൾ രോഗിയായി, പ്രത്യേകിച്ച് അത് രോഗത്തിന് സൗഖ്യം വരുന്നില്ല, പ്രാർത്ഥിക്കാഞ്ഞിട്ടില്ല, എണ്ണ പൂശാഞ്ഞിട്ടല്ല, ഏറ്റുപറയാഞ്ഞിട്ടല്ല, എല്ലാം ചെയ്തു. ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ സ്റ്റിൽ ഐ എം നോട്ട് റിക്കവറിങ്. അവിടെ ചെയ്യേണ്ട ഒരു കാര്യം, രോഗി അവൻ ദൈവസന്നിധിയിൽ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഇസ് ദർ എനിത്തിങ് ടു സെറ്റ് റൈറ്റ് വിത്ത് ഗോഡ് ഫസ്റ്റ്? ദൈവത്തോട് നിരക്കേണ്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? 2, മറ്റാരോടെങ്കിലും നിരക്കേണ്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഞാൻ ചെയ്യണം, അല്ലേ? അടുത്തത്, എൻ്റെ കൂടെ പോകേണ്ട ഒരു കാര്യം, കർത്താവ് എന്നെ വിളിക്കുകയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഗെറ്റ് റെഡി ഫോർ ദ ഡിപ്പാർച്ചർ. അല്ലെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഞാനിങ്ങനെ പറയും, ഗിവ് ദാറ്റ് പേഴ്സൺ സം സ്പേസ് ഫോർ ഹിസ് ഡിപ്പാർച്ചർ. ആ ആളിനൊരു സ്പേസ് കൊടുക്കണം. എന്താണ്? അയാളൊന്ന് ഒരുങ്ങി പോകട്ടെ. ഇനി ഗിവ് സം സ്പേസ് ടു ദ ഫാമിലി ടു അലോ ദിസ് പേഴ്സൺ ടു ഡിപ്പാർട്ട്. ഒരു ഭാര്യയ്ക്കാണ്ട് രോഗമെങ്കിൽ ആ ഭർത്താവിനെ ഒരുക്കണം. ഒരു ഭർത്താവിനാണ് രോഗമെങ്കിൽ ഭാര്യയെ ഒരുക്കണം. നിങ്ങൾ അനുഭവത്തിൽ നിന്നറിയാം, ആദ്യം പോകുന്നതൊക്കെ ഈ ഭർത്താക്കന്മാരാണ്. കാര്യം എന്താ? നീതിമാൻ കഷ്ടത്തിന് മുമ്പേ പോകുന്നു. നിങ്ങൾ കുറച്ചാളും കൂടെയൊക്കെ അനുഭവിച്ചിട്ടേ പോകും. അതാണ് ഈ നീതിമാൻ. ഇത് പുതിയ തിയോളജിയല്ല, അനുഭവം നമ്മൾ ചുറ്റും കാണുന്ന അനുഭവത്തിൽ എന്ന് പറയുന്നതാണ്, അല്ലേ? നീതിമാൻ അങ്ങ് പോയി. ഞാൻ ഈ ചില അങ്കിളുമാരൊക്കെ മരിക്കുമ്പം ഈ ആൻറ്റിമാരുടെ മോഹം സതീരുണ്ട്. അപ്പോൾ അവരവസാനം വന്ന് യാത്ര പറയുമ്പോൾ ഭാഗ്യവാൻ പോയി,
അതായത് ഭാഗ്യവാൻ പോയി, ഈ ഭാഗ്യമില്ലാത്തവൾ കിടക്കുന്നു, അല്ലേ? അപ്പം ഈ പോകുന്ന ആളിനെ അയാളുടെ ഡിപ്പാർച്ചറിനായിട്ട് ഒരുക്കണം. വീട്ടിലിരിക്കുന്നവരും എന്ത് ചെയ്യണം? ഒരുങ്ങിക്കോണം. എന്തിനാ? ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവനെ, അല്ലേ, കർത്താവ് എടുത്താലും ഞാൻ വിട്ടുകൊടുക്കുന്നുപ്പാ എന്ന് പറഞ്ഞ് ഇതിനൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ മരണ വീടുകളിലും ഈ രോഗമുള്ള വീട്ടിലൊക്കെ ചെല്ലുമ്പം ഞാൻ വൈ ഡോണ്ട് യു ഓൾ ലീവ്? നിങ്ങളൊക്കെ ചില രോഗമാകുമ്പം എല്ലാവരും ചെന്ന് അടഞ്ഞു കയറി അങ്ങിരിക്കും. ഇല്ല, ഇരിക്കുന്ന പോലെ സഭക്കാർ മുഴുവനും കൂടെ ചെന്ന് അങ്ങിരിക്കും. പിന്നെ വീട്ടുകാരും നാട്ടുകാരും ഈ പറഞ്ഞ പോലെ സ്വന്തക്കാരും ഒരിക്കലും വീട്ടിൽ കയറാത്തവനും എല്ലാം വരും. എല്ലാം വന്ന് ഇരിക്കും. എല്ലാം കാത്തി ടൈം നോക്കി ഇരിക്കുക. പോണില്ലേ? നമ്മൾ വരിക്കുന്ന എല്ലാവരും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണ്. അവരുടെ കടമയ്ക്ക് വന്നേ ഉള്ളൂ. ഒരാഴ്ചത്തെ ലീവിന് വന്നു, ഒരാഴ്ചയായിട്ടൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ചത്താലും ചത്തില്ലെങ്കിലും തിങ്കളാഴ്ച ശവമടക്കം എന്ന് പറഞ്ഞു തുടങ്ങും അവസാനം, ഉള്ളിലെങ്കിലും, അല്ലേ? അപ്പം അവരൊക്കെ വരട്ടെ, കാണട്ടെ. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള എല്ലാവരോടും പറയുന്നത്, നിങ്ങളൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങുമോ? നിങ്ങളൊന്ന് അവരെ ഒന്ന് വെറുതെ വിടുവോ? അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക. അവരൊന്ന് ഒരുങ്ങട്ടപ്പനെ, അല്ലേ? ഞാൻ ഈ ദിവസങ്ങളിൽ ചില വീടുകളിലൊക്കെ ചെന്ന് പറയേണ്ടി വന്നു, അല്ലേ? സത്യം പറഞ്ഞാൽ നാടൻ ഭാഷ പറഞ്ഞ് ഗെറ്റ് ഔട്ട് എന്നാണ് പറയേണ്ടത്. പക്ഷേ ഞാൻ ഐ ഹാഡ് എ ഫൈൻ വേ ഓഫ് സേയിങ് ഇറ്റ്. വോണ്ട് യു പ്ലീസ് റിമൂവ് യുവർ സെൽഫ് ഫ്രം ദിസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് മാറ്. ഞാൻ എന്തുകൊണ്ടാണ് മെസ്സേജ് ഇട്ടത്? ആരും ദയവേത് വിസിറ്റ് ചെയ്യാൻ പോകരുത്. വേറെ ഒന്നും കൊണ്ടല്ല, അവരെ വെറുതെ വിട്. ഗീവ് ദം സം സ്പേസ്, അല്ലേ? കർത്താവ് ഒരുക്കുമോ? കഴിഞ്ഞ ആഴ്ച ഈ സമയം ഇതേപോലെ ലൈവ് സ്ട്രീം നമ്മുടെ ജെയിംസ് കോശ ബ്രദർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു ഫാമിലി അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മുടെ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം, കർത്താവേ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നപ്പാ എന്ന് കൈ പൊക്കിത്താൻ പറഞ്ഞു. ഞാൻ തീ കാണുന്നു, തീ ഇറങ്ങുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി. നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രിയപ്പെട്ടവരെയും ചിലപ്പോൾ സമർപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് കർത്താവ് എടുക്കുന്നതെന്ന് ഓർക്കണം. ഇതൊക്കെ ഇങ്ങനൊരു ക്ലാസ് എല്ലായിടത്തും കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ കപ്പിൾ വിത്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് ഐ എം ടെല്ലിങ്. ഇത് ഒരു ബുക്കിലും ചിലപ്പോൾ നിങ്ങൾ വായിക്കത്തില്ല. പക്ഷെ ദൈവം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇനി ഇത് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ പോലെ ആമുഖമാണ് ഞാൻ പറഞ്ഞത്. ഇനിയാണ് മെസ്സേജിലേക്ക് വരുന്നത്. 5 മിനിറ്റ് കൊണ്ട് അത് നിർത്താം. ഓക്കെ. ഹീലിംഗ് എന്ന് പറഞ്ഞത് കവനൻ്റാണ്, അറ്റോൺമെൻറ്റാണ്, എല്ലാം ഉണ്ട്. ശരിയാണ്, വാഗ്ദത്വമാണ്, പ്രോമിസാണ്. പക്ഷേ ഓർക്കണം, ഗോഡ് ഇൻ ഹിസ് സോവറിനിറ്റി, ദൈവം തൻ്റെ പരമാധികാരത്തിൽ ഡസ് നോട്ട് ഓൾവേസ് ചൂസ് ടു ഗ്രാൻഡ് ഫിസിക്കൽ ഹീലിംഗ് ഇൻ ദിസ് ലൈഫ്. ഇതൊരു വളരെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറയുന്നത്. കല്ലെറിയുന്നവരൊക്കെ എറിഞ്ഞു, ഞാൻ നിന്ന് തരാം. എറിഞ്ഞോ? ദൈവം തൻ്റെ പരമാധികാരത്തിൽ ഈ ആയുസ്സിൽ ചിലപ്പോൾ നമ്മളെ സൗഖ്യമാക്കുന്നില്ല. ആരും നിങ്ങൾ ആമയും പറയണ്ട. ഇനി പേടിയ ഞാൻ ആമയും പറഞ്ഞാൽ അതെനിക്ക് വരൂ. അതാണ് സത്യം. അപ്പോൾ ഇവിടെ ഒരു അൺറിസോൾവ്ഡ് ടെൻഷനുണ്ട്. എന്താണ് ടെൻഷൻ? ബിറ്റ്വീൻ ദ പ്രോമിസ് ഓഫ് ഗോഡ് ആൻഡ് ദ റിയാലിറ്റി. പ്രോമിസ് ഓഫ് ഗോഡ് എന്താണ്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ വചനമയച്ച് സൗഖ്യമാക്കും. ഇതൊക്കെ പ്രോമിസാണ്. വിളിച്ചപേക്ഷിക്കുക, എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ, അവന് സൗഖ്യം വരും. ഇതൊക്കെ പ്രോമിസാണ്. പക്ഷെ റിയാലിറ്റി എന്തുവാ? ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ഈ വാഗ്ദത്വവും യാഥാർത്ഥ്യവും തമ്മിലൊരു ടെൻഷനുണ്ട്. ആ ടെൻഷൻ നമ്മളൊരു യാഥാർത്ഥ്യത്തിലേക്ക് വെല്ലടിച്ചു കൊണ്ടുവരുന്നത്. എന്താ യാഥാർത്ഥ്യം എന്നറിയാം? ദർ ഇസ് എ സാങ്ക്ടിഫയിങ് പർപ്പസ് ഓഫ് സഫറിങ്. കഷ്ടതയിലൂടെ ദൈവം നമ്മളെ കടത്തി വിടുന്നതിലൂടെ ഒരു ഉദ്ദേശമാണ്. എന്താണ് ഉദ്ദേശം? നമ്മളെ ശുദ്ധീകരിക്കുവാനാണ്. നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടപ്പോൾ നീതീകരിക്കപ്പെട്ടു. കർത്താവിൻ്റെ വരവിൽ തേജസ്കരിക്കപ്പെടും. പക്ഷേ ഇടയ്ക്ക് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു പ്രോസസ്സുണ്ട്. എന്താണ്? സാങ്ക്ടിഫിക്കേഷൻ. ആ സാങ്ക്ടിഫിക്കേഷനിൽ ചിലപ്പോഴെങ്കിലും അഫ്ലിക്ഷൻ ആൻഡ് സിക്നസ്, ചില കഷ്ടങ്ങളും ചില രോഗങ്ങൾ പോലും God may utilize as powerful tools for sanctification. ദൈവം അത് വളരെ ശക്തിയേറിയ ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കും. എന്തിന്? നമ്മളെ ശുദ്ധീകരിക്കാൻ. ഞാൻ രാവിലെ ഇവിടെ വന്ന് നമ്മുടെ സർജൻസിനോട് ചോദിച്ചു, നിങ്ങളുടെ സർജനല്ലേ,
നിങ്ങൾ സർജറിക്ക് ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്? കീറുന്ന ഒരു സാധനമില്ലേ? ആ ടൂള് ആ സർജറിക്ക് ആവശ്യം, ആ സർജന് അല്ലേ? ആലോചിക്കേ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എന്നെ ശുദ്ധീകരിക്കാനും ചില ടൂൾസ്, ഉപകരണങ്ങൾ വേണം. എന്തൊക്കെയാവാം ചിലപ്പോൾ ഉപകരണങ്ങൾ? ചിലപ്പോഴൊരു രോഗാവസ്ഥയായിരിക്കാം, ചിലപ്പോൾ ഒരു കഷ്ടാവസ്ഥയായിരിക്കാം. അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ ശിക്ഷിക്കുകയല്ല, അതെന്തെങ്കിലും മുൻകാല ശാപത്തിൻ്റെ എഫക്ട്സ് ഒന്നുമല്ല. ദൈവം നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ കൊണ്ടുപോകുള്ളൂ. അതങ്ങനെ അങ്ങ് എടുത്താൽ എന്താ കുഴപ്പം? പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്ന തിയോളജി അല്ല, നീ ഇത് കഷ്ടത്തിലൂടെ പോകുന്നത് അതൊരു ശാപമാണ്, അല്ലെങ്കിൽ നീ നേരെ പ്രാർത്ഥിക്കാത്തോട്ടാണ്, അല്ലെങ്കിൽ നീ വന്ന സഭ ശരിയല്ല. അയ്യോ, ഇവിടെ നിന്നൊക്കെ എത്ര പേരെ ഏതൊക്കെ സഭയെ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഈ ഇടയ്ക്ക് ഒരാൾ പോയി, എന്നിട്ട് ഞാൻ ഒന്ന് പോയിട്ട് വരട്ടാ വാസ്റ്റേ. ഞാൻ പറഞ്ഞു എവിടെ? അവിടെ പോയാൽ വിടുതൽ കിട്ടുമെന്ന് പറയണേ. ഞാൻ പോട്ടാ. പോയി 2 ആഴ്ച വീണ്ടും വിളിച്ച് ഞാൻ തിരിച്ച് വരട്ടാ. നമ്മൾ പിന്നെ സത്രം തുറന്നിട്ടിരിക്കുകയല്ലേ, ആയാറാം ഗയാറാം. എന്ത് ചെയ്യാനാ? ഞാൻ ഇതൊക്കെ തമാശയായിട്ട് പറഞ്ഞ ഇതൊക്കെ സത്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ എത്ര നാൾ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ ഓടും അല്ലേ? എത്ര നാൾ ഓടും? കാരണം നമ്മൾ ഈ ഡെസ്പറേറ്റായിട്ട് അസുഖമാകുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് സൗഖ്യം കിട്ടിയാൽ മതിയെന്ന അല്ലേ? അലോപ്പതി ഡോക്ടർ വലിയ പ്രതീക്ഷ പറയാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹോമിയോപ്പതിയിലുണ്ടാ മരുന്ന്. അടുത്തത് മറ്റേ വയനാട്ടിൽ മറ്റേ പ്രകൃതി ചികിത്സ. അത് കഴിയുമ്പോഴാണ് വേറെ എന്തെങ്കിലും എന്തും നമ്മൾ പോയി. പക്ഷേ ഇതേപോലെ ആത്മീയമായിട്ടും എന്തും എവിടെയെങ്കിലും ചെന്ന് കിട്ടിയാൽ മതി എന്ന് ഓടല് പ്രിയപ്പെട്ടവരെ. നമ്മൾ ദൈവവചനം തുറന്ന് മുട്ടുമേൽ ദൈവമോഹത്തേക്ക് നോക്കിയാൽ ദൈവത്തിനൊരു ഉത്തരം പറയാനും ഇതിനകത്തൊരു ഉത്തരമില്ലാതെ ഇരിക്കുകയില്ല. ഗൂഗിളിലല്ല നമ്മൾ കണ്ടീഷൻ സെർച്ച് ചെയ്യേണ്ടത്. ഡോണ്ട് സെർച്ച് ഫോർ ആൻസേഴ്സ് ഇൻ ഗൂഗിൾ. ടേൺ ടു യുവർ ബൈബിൾ. ദിസ് വിൽ ഹാവ് ആൻ ആൻസർ ഫോർ യുവർ പ്രോബ്ലം. അപ്പോൾ ഇവിടെ നോക്കിയേ, God can use your affliction or a sickness as powerful tools for sanctification. പക്ഷേ ആ പ്രോസസ്സ് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ ശിക്ഷിക്കുകയാണോ? അല്ല. നിങ്ങളെ കൊച്ചാക്കുകയാണോ? അല്ല. നിങ്ങളെ വല്ലതുമ്പിൽ ലജ്ജിപ്പിക്കുകയാണോ? അല്ല. He is in the process of confirming you into the image of Christ. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നിങ്ങളെ അനുരൂപരാക്കുക പ്രിയപ്പെട്ടവരെ. ജെയിംസ് കോശി ബ്രദറിനെ ആ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാക്കി കർത്താവങ്ങ് കഴിഞ്ഞ ആഴ്ച എടുത്തു. അദ്ദേഹത്തിൻ്റെ ആ അടക്ക സമയത്ത് എന്ത് മഹത്തരമായിട്ട് ദൈവം അദ്ദേഹത്തിന് യാത്രയപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും എന്തുമാത്രം മെസ്സേജ് വരുമെന്നറിയാമോ? ആ മനുഷ്യനെ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഐ വിഷ് ദാറ്റ് ഐ ന്യൂ ദിസ് മാൻ എന്ന് പലരും പറയുന്നു. ഇപ്പോൾ ഈ പട്ടണത്തിൽ തന്നെ പലരും കണ്ടേച്ചു പറഞ്ഞു, ഐ വിഷ് ഈ പട്ടണത്തിലുണ്ടായിരുന്നല്ലേ, ഞങ്ങൾക്കൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. ഒരു ഭക്തനായൊരു മനുഷ്യനായിരുന്നു. അയ്യോ, എന്തൊരു നല്ലൊരു യാത്ര! ഇപ്പോൾ ഇത് നല്ല പ്രത്യാശയോടെ നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ യാത്ര അയച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ കേട്ടോ. ഒരു കാര്യം കൂടെ ദൈവനാമം മാത്രത്തിനായിട്ട് പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു സ്വന്തം ഭവനമായിരുന്ന സഭ, നിങ്ങൾ ഓരോരുത്തരും അതിന് നിങ്ങളെ അവിടെ ദൈവം മാനിച്ചു പ്രിയപ്പെട്ടവരെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു, സ്നേഹിച്ചു, സഹകരിച്ചു, സഹായിച്ചു. അതെല്ലാമാണ് അന്നവിടെ പലരും അവരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് തൊഴുതിട്ട് പറഞ്ഞു, താങ്ക് യു സോ മച്ച് ഫോർ ദ ഫാമിലി ദാറ്റ് യു വേർ ടു ഹിം. അടുത്ത ചിലരൊന്ന് പറഞ്ഞു, അതുകൊണ്ട് ഒന്നുകൂടെ പറയുക, അമ്മാമ്മയെ ഞങ്ങൾ ഈ കുടുംബത്തെ ഏൽപ്പിക്കുക, ഈ സഭാ കുടുംബത്തെ ഏൽപ്പിക്കുക. നോക്കിക്കോണേ, ഇന്ന് എത്ര സഭകളെ കൊണ്ട് അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റും? എത്ര സഭകൾ? എൻ്റെ അടുത്ത് ഒരാൾ ഇന്നലെ ചോദിച്ചു, ഞങ്ങൾ ആ ലൈവ് സ്ട്രീം കണ്ടു, നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഓരോ ഫാമിലീസ് അവിടെ പോയി രാത്രി അവിടെ കൂട്ടുകിടക്കുമായിരുന്നല്ലേ, ഇതൊക്കെ എവിടെ ആര് ചെയ്യും? ഇങ്ങനെയൊക്കെ ആയിരുന്നു ആദിമകാലങ്ങളിൽ സഭകളൊക്കെ പ്രിയപ്പെട്ടവരെ. ഇന്നല്ലേ ആ കൾച്ചറൊക്കെ പോയിരിക്കുന്നത്. ലെറ്റ് us bring back that culture, the culture of the body of Christ, the culture of God's family. മടങ്ങി അതിലേക്ക് വരാൻ പ്രിയപ്പെട്ടവരെ. റോമാലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെ. റോമാലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെ. അത് തന്നെയല്ല,
കഷ്ടത സഹിഷ്ണുതയും കഷ്ടത സഹിഷ്ണുതയും കണ്ടോ, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അത് ഈ വാക്കുകൾ ഇച്ചിരി മലയാളത്തിൽ കഷ്ടത എന്ത് ഉളവാക്കുന്നു? സഹിഷ്ണുത, പെർസിവിയറൻസ് എന്ന് ഇംഗ്ലീഷിൽ കിടക്കുന്നു. വേറെ നമ്മൾ ജെയിംസിൽ വായിക്കുമ്പം പേഷ്യൻസ് എന്നാണ് കിടക്കുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ കഷ്ടതയിലൂടെ പോകുമ്പോഴാണ് നമുക്ക് എന്ത് പഠിക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റേ വലിയ വലിയ കൂടിയ ആശുപത്രിയിൽ എനിക്ക് 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്, എനിക്ക് ഞാൻ അവിടുത്തെ പ്രീമിയം മെമ്പറാണ്, അവിടുത്തെ കസ്റ്റമറാണ്, പേഷ്യൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ചെല്ലും. അവിടെ ചെന്ന് നിങ്ങൾ 10:35 അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട് അവിടെ ചെന്ന് ടോക്കൺ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ 10 മിനിറ്റ് നിങ്ങളെ വിളിക്കാൻ താമസിച്ചാൽ നിങ്ങൾ ചെയർമാനെ വിളിച്ച് വരട്ടിക്കളയും. ഞാൻ ആരാന്നറിയാമോ? ഞാൻ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ഷെയർ ഉണ്ടെന്ന്. പണ്ടൊരു കാലത്ത് തിരുവനന്തപുരത്തെ കുറേ അച്ചായന്മാരുടെ ഒരു സ്ഥിരം ഒരു വീമ്പടി ഉണ്ടായിരുന്നു. SUTയിൽ എനിക്ക് ഷെയർ ഉണ്ട്. ഷെയർ ഉള്ളവരൊക്കെ പൊയ്ക്കോ, കുഴപ്പമില്ല. അവസാനം ദൈവം പാഠം പഠിപ്പിക്കുക. എവിടെയാണെന്നറിയോ? RCC പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരിക്കും. അറിയാമല്ലേ? അപ്പോഴെന്ത് പഠിക്കും? സഹിഷ്ണുത പഠിക്കും. ആർക്കും ആ ഗതി വരാതിരിക്കട്ടെ, എനിക്കും വരാതിരിക്കട്ടെ, നിങ്ങൾക്കും വരാതിരിക്കട്ടെ. ചില കഷ്ടതയിലൂടെ ദൈവം നമ്മളെ സഹിഷ്ണുത പഠിപ്പിക്കും. അടുത്തത് സഹിഷ്ണുത സിദ്ധതയും സിദ്ധത. സിമ്പിൾ മീനിങ് ക്യാരക്ടർ. ഐ എം എ മാൻ ഓഫ് ക്യാരക്ടർ എന്ന് ആൾക്കാർ പറയും. ഞാൻ കഷ്ടതയിലെ തീച്ചുളയിലൂടെ ഞാൻ പുറത്ത് വരുമ്പം, ഞാൻ പൊന്നുപോലെ വരുമ്പം, ദാറ്റ് റിവീൽസ് മൈ ക്യാരക്ടർ. അപ്പം ആൾക്കാർ ചോദിക്കും, ഇയാൾ ഇങ്ങനെ അല്ലായിരുന്നല്ല, എന്ത് പറ്റി, അറിഞ്ഞില്ലേ? അയാൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അയാൾ അതോടുകൂടി ഒതുങ്ങി. നാടൻ ഭാഷ പറഞ്ഞാൽ നമ്മളെ ദൈവം ഒന്ന് ഒതുക്കും. അതിന് ചിലപ്പം ദൈവം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്തായിരിക്കും? കഷ്ടത. അതോടുകൂടി നമ്മൾ ഒതുങ്ങിയൊരു ക്യാരക്ടർ വന്നു. ഈ ക്യാരക്ടർ എന്തിനെ ഉളവാക്കുന്നു? പ്രത്യാശയുള്ളവ. നോക്കണേ, കുറച്ചുകൂടെ ഉറക്ക കൈയടിച്ച് അന്യഭാഷ പറഞ്ഞാൽ പ്രത്യാശ വരത്തില്ല. കുറച്ചുകൂടെ ഉപദേശിച്ചാലും പ്രത്യാശ വരത്തില്ല. ഈ ഒരു പ്രോസസ്സിൽ കൂടെ ആ പ്രത്യാശ വരുന്ന പ്രിയപ്പെട്ടവൻ. ഇതെന്താ ആരും പറയാത്ത? പ്രത്യാശ സ്വിച്ചിട്ട വരുന്ന സാധനമല്ല. പ്രത്യാശ ഒരു പ്രോസസ്സിലൂടെയാണ് കിട്ടുന്നത്. ആ പ്രോസസ്സിൻ്റെ ആദ്യം എന്തുമായിരുന്നു? സഫറിങ്, പെർസിവിയറൻസ്, ക്യാരക്ടർ, ദെൻ ഹോപ്പ്. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതുകൊണ്ട് കഷ്ടങ്ങൾ എന്ത് ചെയ്യണം? പ്രശംസിക്കുന്നു. അങ്ങനെയുള്ളവർക്കേ പാടാൻ പറ്റൂ. എന്താണ്? കഷ്ടതയിലും പാടുവാൻ മതി, കഷ്ടങ്ങൾ സാരമില്ല. ഇതൊക്കെ കഷ്ടതയിലൂടെ പോയ ഭക്തന്മാരെഴുതിയതാണ്. അല്ലാതെ ഗിറ്റാറും എടുത്തുകൊണ്ട് തേയിലത്തോട്ടത്തിൽ പോയിരുന്നുണ്ടാക്കിയ പാട്ടല്ല. ഇന്ന് അങ്ങനത്തെ പാട്ടുകളാണ് എല്ലാവർക്കും ഇഷ്ടം. കഷ്ടതയുടെ തീച്ചുളെ കൂടെ പോയ ഭക്തന്മാരെഴുതിയ പാട്ടുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പാട്ടുകളെ കാണും നിങ്ങൾ കഷ്ടത്തിൽ കൂടെ പോകുമ്പം പാടാൻ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെ. ജെയിംസ് 1:2-4. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. കേട്ടോ, വിവിധ ഒന്നുകൂടെ വായിച്ചേ. വിവിധ പരീക്ഷകളിലോട് അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അതെന്തായിരുന്നു? ഈ കഷ്ടത എന്തായിരുന്നു? ദാറ്റ് വാസ് എ ടെസ്റ്റ് ഓഫ് അവർ ഫെയ്ത്ത്. ഗോഡ് ഈസ് ടെസ്റ്റിംഗ് മൈ ഫെയ്ത്ത്. അതിനാണ് ഇതൊക്കെ ദൈവം അനുവദിക്കുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്യണം? ഡോണ്ട് ഗെറ്റ് അനോയ്ഡ്, ഡോണ്ട് ഗെറ്റ് ആംഗ്രി. അത് സന്തോഷമെന്ന് വിചാരിക്കുക. കൗണ്ട് ഇറ്റ് ആസ് ജോയ്. സന്തോഷമെന്ന് എണ്ണുവീൻ. അടുത്ത വാക്യം. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ. എന്നാൽ ഇത് അങ്ങനെ എണ്ണിയെങ്കിൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അത് ഇംഗ്ലീഷിൽ ഇട്ടാൽ കുറച്ചുകൂടെ ലെറ്റ് പേഷ്യൻസ് ഡു ദ വർക്ക് എന്നാണ്. അതെനിക്ക് രാവിലെ വായിച്ചപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. വെൻ യു ആർ സ്റ്റിൽ, വെൻ യു ആർ ക്വയറ്റ്, വെൻ യു ആർ പേഷ്യൻറ്റ്,
ദ പേഷ്യൻസ് വിൽ ഡു ദ വർക്ക്. കിട്ടിയോ? എനിക്കത് വളരെ വേർഡ് പ്ലേ പോലെ തോന്നി അല്ലേ? അത് ഇംഗ്ലീഷിലിട്ട് അറിയാം. പേഷ്യൻസിലൂടെ നമ്മൾ എന്താ പഠിക്കുന്നത്? നമ്മൾ പിന്നെ ഒന്നും ചെയ്യത്തില്ല, നമ്മൾ മിണ്ടായിരിക്കും. നമ്മൾ വാക്കുകളൊക്കെ വർത്താനമൊക്കെ നിർത്തി, ചോദ്യങ്ങളൊക്കെ മാറ്റിവെച്ചു. ലെറ്റ് പേഷ്യൻസ് ഡു ദ വർക്ക് അല്ലേ? ഇന്ന് പ്രശ്നം നമുക്കത് പറ്റുന്നില്ല. സഫറിങ് ഫോഴ്സസ് ആൻ ഇൻഡിവിജ്വൽ ടു കൺഫ്രണ്ട് ദെയർ ഇന്നർ സെൽഫ്. ഞാൻ പറഞ്ഞു, എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ. ഇറ്റ്സ് ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. എന്നെ ആത്മീയമായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യാൻ ആ കഷ്ടത ഉപയോഗിച്ചു. ഹ്യൂമിലിറ്റി, എന്നെ ഒന്ന് താഴ്മ പഠിപ്പിക്കുവാൻ അത് ഉപയോഗിക്കുന്നു. ഓവറോൾ ആൻഡ് എ ഡീപ്പർ റിലയൻസ് ഓൺ ഗോഡ്. ആഴമായിട്ട് കർത്താവിൽ മാത്രം ആശ്രയിച്ചിരിക്കാൻ ആ കഷ്ടത എന്നെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ചിലർ കടന്നു പോകുന്ന കഷ്ടത എനിക്ക് അറിയാം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ചിലർ എത്ര സ്റ്റെൻറ്റ്, പേസ് മേക്കർ, എത്ര നട്ടും ബോൾട്ടും സ്ക്രൂവും, എന്നിട്ടും നിങ്ങൾ എന്തുമാത്രം കഷ്ടതയിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ കഷ്ടതയെല്ലാം ദൈവം നിങ്ങളെ ശിക്ഷിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. അതെല്ലാം ദൈവം ചില പരിശോധനകൾ തരിക. പക്ഷേ ആ പരിശോധനകളിലൂടെ നമ്മൾ പൊന്നുപോലെ പുറത്ത് വരും പ്രിയപ്പെട്ടവരെ, പൊന്നുപോലെ പുറത്ത് വരും. നമ്മളിതിൽ വീണ് പോവുകയില്ല, നമ്മൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. നമ്മൾ അവിടെ കാണും. നമ്മൾ സന്തോഷത്തോടെ അവിടെ ചെന്നിരിക്കുമ്പം അന്ന് മാത്രമേ എൻ്റെ കണ്ണീന്ന് കണ്ണീരവൻ തുടയ്ക്കത്തുള്ളൂ. അതുവരെ ഭൂമിയിൽ ആരും നമ്മുടെ കണ്ണീര് വൈപ്പ് ചെയ്യത്തില്ല. വെളിപ്പാട് പുസ്തകം 21-3 അന്നാളിൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം അവൻ തുടച്ചു കളയും. അന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഹീലിങ്ങിൻ്റെ കംപ്ലീറ്റ്നെസ് അന്നാണ്. അതുവരെ ഈ ഒരവസ്ഥയുണ്ട്. ഈ സഫറിങ് എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനായിരുന്നു? എന്നെ കടത്തിവിടുന്നതിന് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്തിനാണ്? ദർ ഇസ് എ സാങ്ക്ടിഫയിങ് പർപ്പസ് ഫോർ യുവർ സഫറിങ് ദാറ്റ് യു ഗോ ത്രൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന കഷ്ടങ്ങൾ, മാറാതെ നിൽക്കുന്ന ചില രോഗങ്ങൾ, ഇനി ഇത് രോഗം ഞാനിപ്പോൾ രോഗമാണ് ഇത്തിരി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. നിങ്ങളല്ല ഇയാളെന്തോ രോഗം മാത്രമല്ല, ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ചില അവസ്ഥകൾ എന്നെന്നും ഒരു നിന്നയോടുകൂടെ ജീവിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടായൊരു തകർച്ച, നിങ്ങൾക്കുണ്ടായൊരു കോർട്ട് കേസ്, നിങ്ങൾക്കുണ്ടായൊരു പോലീസ് കേസ്, ചിലപ്പോൾ ഒരു മീഡിയ നിങ്ങളെ വല്ലാണ്ട് മോശപ്പെടുത്തി. അതായത് വലിയ ഇതിന്ന് എങ്ങനെ തലപൊക്കി നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും. ആ സഫറിങ്ങും ദൈവം അനുവദിച്ച് എന്തിനു വേണ്ടിയാ? സാങ്ക്ടിഫയിങ് യു. വിൽ യു എവർ ടേക്ക് ഇറ്റ് ദാറ്റ് വേ? അങ്ങനെ എടുക്കുമോ നമ്മൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയതാണ് ഏറ്റവും വലിയ അപമാനം എന്ന് പറഞ്ഞിട്ട് നടക്കുക. അപമാനിക്കപ്പെടാത്തവരായിട്ട് ആരാ അതിനകത്തുള്ളത്? അപമാനമൊക്കെ അപ്പോഴേ നമുക്ക് കൈയടിച്ചൊരു പാട്ട് പാടാൻ പറ്റൂ. ഏതാ? പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. സ്പൈസസ് ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ വാങ്ങിക്കത്തില്ലേ? പാക്കറ്റ് എന്ത് പെരുംജീരകം, കറുവപ്പട്ട, മറ്റേത് മറിച്ചതെല്ലാം കൂടെ, ഏലക്ക, ഇതെല്ലാം കൂടി ഇരിക്കും. ഇത് ഒറ്റയ്ക്ക് ഇരുന്നാൽ ഒന്നിനൊരു മണം കാണത്തില്ല. ഒരു ഉരലിട്ടൊന്ന് ചതച്ചേ മണം വരും. ആ ചതച്ചത് അങ്ങോട്ട് കറിയിലോട്ടിട്ടേ ആ ദേശം മൊത്തം അറിയും നിങ്ങൾ ഇറച്ചിക്കറി വെച്ചെന്ന്. പക്ഷേ ഇത് ഓരോന്നും അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ അങ്ങനെയേ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ചതയ്ക്കുമ്പോഴാണ് സുഗന്ധം പുറത്തു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില ചതയ്ക്കലുകൾ ദൈവം അനുവദിക്കും. പക്ഷേ ആ ചതയിൽ എന്തുവാ പുറത്തോട്ട് വരുന്നത്? സുഗന്ധമാണോ? അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, എന്നെ സുഗന്ധമായി മാറ്റിടണേ പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ, എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. കരങ്ങളെ ഉയർത്തി പറയാം, അതാ പഴി ദുഷി നിന്ന ഞെരുക്കം, രോഗം, കടം, ജപ്തി, ഇതെല്ലാം ഉണ്ടപ്പാ. പക്ഷെ ഇതിലെല്ലാം കർത്താവ്, ഇതെല്ലാം എന്നെ ഞെരുക്കുമ്പോൾ, എന്നെ ചതയ്ക്കുമ്പോൾ,
എന്നിൽ നിന്ന് ആ സുഗന്ധം പുറത്തേക്ക് വരട്ടപ്പാ. അതെല്ലാം സംഭവിക്കുമ്പോഴും ഞാൻ നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടപ്പാ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കട്ടപ്പാ. എനിക്കുണ്ടായ നഷ്ടങ്ങളിലും കർത്താവേ, അത് ദൈവം അനുവദിച്ചു, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം അതെല്ലാം അനുവദിച്ചു എന്ന് പറയാനുള്ളൊരു പക്വത, ഒരു മെച്യൂരിറ്റി എനിക്ക് തരണമേപ്പാ. അതായി കേട്ട വചനം ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങെടുത്താട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.